ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരുന്നതുപോലെ ചോദിച്ചതുപോലെ മഹാദേവനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാദേവന് ബ്രേക്കിന് ശേഷം വീണ്ടും വിറ്റോക്സിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, ഞാനാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് വിറ്റോക്സ് എന്നൊക്കെ വിട്ട് പോഡ്കാസ്റ്റ് സ്റ്റാൻഡപ്പ് ഒക്കെ നോക്കിയിട്ട് ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊല്ലം വഴി പോകുമ്പോൾ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആള് പറഞ്ഞു നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുണ്ടല്ലോ. അതെ അതെ, എൻ്റെ ജീവിതം മലയക്കോട്ട വാലിപ്പം പോയാവോന്ന് അറിയത്തില്ല, കാരണം അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസർ കൂടാണ്. സോ വെൽക്കം ടു വിറ്റോക്സ്. ഷിബു ബേബി ജോൺ സാർ, ഞങ്ങളുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ വിറ്റോക്സിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്സ് റേഞ്ചിലുള്ളൊരു ആള് ഗസ്റ്റായിട്ട് ആദ്യമായിട്ട്, നമ്മൾ സിനിമ ഒരുപാട് ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട്, ഒരുപാടല്ല എന്നാലും കുറച്ചേരെ ഇരുത്തിയിട്ടുണ്ട്. അതിൽ ഒരു പൊളിറ്റീഷ്യൻ, ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർക്ക് RSP റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. നമുക്ക് ഒരു വർഷം ഒരു ടേം MLA, ഒരു ടേം നമ്മുടെ ലേബർ മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പൊളിറ്റിക്സ് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഇൻട്രൊഡക്ഷൻ. സോ ഷിബു ബേബി ജോൺ സാർ, വെൽക്കം ടു വിറ്റോക്സ്. അതെ, വിറ്റോക്സ് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഞങ്ങളുടെ പോഡ്കാസ്റ്റിൻ്റെ പേരാണ് വിറ്റോക്സ് എന്നുള്ളത്. സാറ് ഡീറ്റോക്സ് എന്നല്ലല്ലോ. ശരിക്കും കുറേ ആളുകൾക്ക് ഇതൊരു ഡീറ്റോക്സ് ആണ്. സോഷ്യൽ മീഡിയ പല രീതിയിലാണല്ലോ ആൾക്കാർക്ക് വർക്കാവുന്നത്. അപ്പം ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ട് അവരുടെ ലൈഫിൽ നിന്ന് ഡീറ്റോക്സ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് അവരിങ്ങനെ നമുക്ക് കമൻ്റായിട്ട് തരാറുണ്ട്. സാറ് പറഞ്ഞാൽ സാറിനെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് പോയിന്റ് സാറ് മലയക്കോട്ട വാലിബൻ്റെ പ്രൊഡ്യൂസർ ആണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്ന വിശേഷങ്ങൾ അതാണല്ലേ, മലയക്കോട്ട വാലിബൻ. സാർ എങ്ങനെയായിരുന്നു ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് പ്രൊഡ്യൂസർ? സാറിന്റെ ഒരു പടമല്ലേ സാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ? അല്ല, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ദാബീദ് എന്ന് പറഞ്ഞൊരു. ഞാൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഡേറ്റ് ഒരുക്കി കൊടുത്തു എന്നല്ലാതെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഒരിക്കൽ പോലും ഞാൻ ആക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ലേബൽ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് ഒരു പബ്ലിക് വർക്കർ എന്നുള്ള ലേബലുണ്ട്, അതിൽ തന്നെയാണ് ഞാൻ അഭിമാനിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചതല്ല, നമുക്ക് കൂടുതൽ പരിചയം എന്നുള്ള. മനസ്സിലായി. അപ്പൊ മലയക്കോട്ട വാലിബനിൽ അടുത്തൊരു ചോദ്യം, ആ പടം സക്സസ് ആയിരുന്നു ഫിനാൻഷ്യലി? പടം ഈ പറയണ പോലെ കുറെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, നല്ലൊരു പടമായിരുന്നു. പിന്നെ ഫിനാൻഷ്യലി സക്സസ് ആയിരുന്നോ ലോസ് ആയിരുന്നോ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. ലോസ് ആണെങ്കിൽ നിങ്ങൾ തരുമോ? ലാഭമാണെങ്കിൽ ഞങ്ങൾ അതിന്റെ വീതം തരത്തില്ലല്ലോ. അതങ്ങനെ നിൽക്കട്ടെ. എന്തായാലും അത് നന്നായി പോയി, ചോദിക്കണ്ടായിരുന്നല്ലേ. നല്ലൊരു സിനിമ എടുത്തു എന്നുള്ളതാണ്. ചില കയ്യബദ്ധം എന്ന് പറയുന്നില്ല, കയ്യിൽ നിൽക്കാതെ പോയ ചില സന്ദർഭങ്ങളുണ്ടായി, അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകൾ അതിനുണ്ടായി. പക്ഷെ നല്ലൊരു പടമായിരുന്നു മലയക്കോട്ട വാലിബൻ. പടം സാറ് ഈ പറയുന്ന എന്ത് അറേഞ്ച്, പ്രൊഡ്യൂസറായിട്ട് ഞാനിതിൽ അറേഞ്ച് ചെയ്തെന്നാണല്ലോ പറഞ്ഞത്? അല്ല, ഞാനും ലാലുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഘട്ടം വന്നപ്പോൾ ഇങ്ങനൊരു ചിന്ത, ഏതോ ഒരു നശിച്ച നിമിഷത്തിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നു. ചോദ്യത്തിന് ഉത്തരം കിട്ടി. സാറിന് സുഹൃത്തും വേണ്ടാന്ന് തോന്നിയോ? അല്ല, അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചു, എന്നാൽ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിന്റെ ഡയറക്ടറെല്ലാം ഈ ലിജോയുടെ വന്നപ്പോഴത്തേക്കിനും വേറെ ലെവലിലേക്ക് എക്സ്പെക്ടേഷൻ പോയി. പിന്നെ അതങ്ങ് നടന്നു സ്വാഭാവികമായിട്ട്. പടം വളർന്ന് ലാസ്റ്റ് ആയിട്ടെന്നാണ് ലാലേട്ടൻ സാറിനോട് സംസാരിച്ചത്? അല്ല, ഞങ്ങള് ഇടയ്ക്ക് ഒക്കെ സംസാരിക്കാറുണ്ട്. ശരിക്കും മലയക്കോട്ട വാലിബൻ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത ആ പടം നിന്നത് ഫസ്റ്റ് പാർട്ട്. അപ്പൊ ശരിക്കും കണ്ടിട്ടില്ല. ഇത് ഒറ്റ പാർട്ടായിട്ട് തന്നെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഒരു ഘട്ടം വന്നപ്പോൾ 2 പാർട്ടാക്കാൻ ഉള്ള ചിന്ത വന്നു. അതിൽ നിന്ന് വന്ന ചില പാളിച്ചകൾ ആ സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് സത്യാവസ്ഥ. സെക്കൻഡ് ഞാൻ ചോദിച്ചത്, സെക്കൻഡ് പാർട്ട് ഇപ്പോഴും പ്ലാനിങ്ങിലുണ്ടോ അതോ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയോ എന്നുള്ളതാണ് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഒരു തരത്തിലും ജീവിക്കാൻ ശരിക്കും സിനിമ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഇതിലേക്ക് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാൻ? തീർച്ചയായിട്ടും ലാലുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നാണ് അങ്ങനെ ചിന്തിച്ചതും അതിലേക്ക് വന്നത്. ലാലേട്ടൻ അല്ലാതെ വേറെ സിനിമയായിട്ട് ഒരുപാട് അടുപ്പമുള്ള വേറെ ആരെങ്കിലും? നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? നമുക്ക് സിനിമയാണല്ല. ഞാനൊരു ഏകദേശം 10-40 വർഷം മുമ്പാണ് ലാലുമായിട്ടുള്ള സൗഹൃദം വരുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അന്ന് കുറച്ചുകൂടെ വളരെ ക്ലോസ്ഡ് ഒരു ഫാമിലി പോലെയായിരുന്നു മലയാള സിനിമ എന്നുള്ളത്. ആ നിലയിൽ തിക്രൂച്ചേട്ടൻ മുതൽ എല്ലാവരുമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ബന്ധമുണ്ടായിരുന്നു. ലാലിന്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ എല്ലാവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ മാറി പുതിയ നിങ്ങളുടെ ജനറേഷനിലേക്ക് വന്നപ്പോൾ ഇപ്പൊ എനിക്ക് ആ നിലയിലേക്കുള്ള ബന്ധങ്ങളും സൗഹൃദവും ഇല്ല.
ഫാമിലി ഫ്രണ്ട് പോലെയാണ് മോഹൻലാൽ ശരിക്കും ചെറുപ്പത്തിൽ. yes. വ്യക്തിപരമായി ഷിബു ബേബി ജോൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണോ? നീ ഇത് മൊത്തത്തിൽ നേരെ ചൊവ്വ എപ്പിസോഡ് താങ്കൾ ഇത് എങ്ങനെയാണ് കാഷ്വൽ വൈബ് പിടിക്കാന്ന് പറഞ്ഞു നോക്കുമ്പോ ഒരു ചായ ഇല്ലല്ല, എനിക്കൊരു മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്, അതിൽ സെൻസിറ്റിവിറ്റിയും ഉണ്ട്. സാർ പുള്ളി കൊല്ലത്തല്ല, വോട്ട് വേറെയാണ്, കുഴപ്പമില്ല അല്ലേ? അതല്ല, സെൻസിറ്റീവ് ആണ്, ചില കാര്യങ്ങളിൽ സെൻസിറ്റീവ് ആണ്, ചില കാര്യങ്ങളിൽ ഞാൻ ബോൾഡായിട്ട് അതിനെ അഭിമുഖീകരിക്കും. ഇതെല്ലാം അടങ്ങുന്നതാണല്ലോ മനുഷ്യര്, എന്നാലും ഇതെല്ലാം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കണം, സെൻസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻ. നീ പഠിച്ചു വെച്ച് വന്നേക്കാണല്ലേ സാറട്ടെ. അതും കൂടി കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞല്ലേ സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്ന നോക്കട്ടെ. ഇല്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ കട്ട് ചെയ്തു. ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഇല്ല, ചുമ്മാ പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് കയറി. അല്ല സാർ, സാറിന്റെ എങ്ങനെ പൊളിറ്റിക്കൽ ലൈഫ് കോളേജിലാണോ സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്? എൻ്റെ വളരെ രസകരമായിരുന്നു. ഞാൻ പഠിച്ചത് 4 സ്കൂളുകളിലായിട്ടാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തീർത്തത്. അതിനുശേഷം ഞാൻ ഏറ്റവും ഒടുവിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ലേല സ്കൂളിലാണ്. ലേല സ്കൂളിൽ പൊളിറ്റിക്സ് എന്താന്ന് പോലും അറിയാൻ വയ്യാത്ത, ഒരിക്കൽ പോലും സമരം നടന്നിട്ടില്ലാത്ത, ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ഇതാണ്. അവിടുന്ന് 2 വർഷം പ്രീ ഡിഗ്രിക്ക് ഇറങ്ങി. പ്രീ ഡിഗ്രിക്ക് മാർഗാനിസ് കോളേജിൽ വന്നപ്പോഴത്തേക്കിനാണ് വേറെ ഒരു ലോകം ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നത്. അവിടെ പെൺകുട്ടികളുണ്ട്, സമരമുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട്, ഇതെല്ലാം ഒരു ലോകത്തിലേക്ക് വരികയാണ്. അന്നേരം നേരെ മറ്റേ സ്കൂളിൻ്റെ ആ അന്തരീക്ഷം കഴിഞ്ഞിട്ട്, ഭയങ്കര സ്ട്രിക്റ്റ് അന്തരീക്ഷം കഴിഞ്ഞ് ടോട്ടൽ ഫ്രീഡം. ഇത് രണ്ടും ഞാൻ മാക്സിമം സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യവും ടോട്ടൽ ഫ്രീഡവും ത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് അഴിഞ്ഞാടിയ, ടോട്ടൽ ഫ്രീഡത്തിൽ അഴിഞ്ഞാടിയ വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ TKM, അന്നേരം അവിടെ വന്നപ്പോൾ പൊളിറ്റിക്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സ് ഉണ്ട്. എന്റെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ആര് സമരം ഇറക്കിയാലും ഞാൻ അവരുടെ കൂടെ പോകും. ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കാൻ നിർത്തും. ആര് സമരം ഇറക്കിയാലും അല്ല, അത് ഞാൻ എല്ലാത്തിനും പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പണിക്ക് കൊടുക്കാൻ ലേള സ്കൂളിൽ ചിന്തിക്കാനൊക്കാത്ത കാര്യം ഇവിടെ നടക്കുമ്പോൾ അതിനോടൊപ്പം ഇങ്ങനെയൊക്കെ പറ്റൂ. ആ കിക്കാണ് സാറിന് ഇന്ന് ഇവിടെ എത്തിച്ചേക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം KSU എന്നുള്ള നിലയിൽ കുറച്ച് കാലം എന്റെ അവിടെ എന്റെ അന്നെന്റെ ഫാദറിന്റെ പാർട്ടി എന്നല്ല, എന്റെ പാർട്ടി അല്ലായിരുന്നല്ലോ. അതിന്റെ വിദ്യാർത്ഥി സംഘടന മാർഗാനിസ് ഇല്ലാത്തതുകൊണ്ട് കൂടെ നിന്ന വിദ്യാർത്ഥി സംഘടനയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചു. പക്ഷെ അതിനുശേഷം TKM വന്നതുകൊണ്ടാണ് കാഴ്ചപ്പാട് വീണ്ടും മാറിയത്. TKM എഗൻസ്റ്റ് പൊളിറ്റിക്സ് ഇൻ പ്രൊഫഷണൽ കോളേജസ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനനുസരിച്ച്. പക്ഷെ പൊളിറ്റിക്സ് തന്നെ ആയിരുന്നു അവിടെ. 2 പാനലുകളുണ്ട്, തമ്മിൽ വഴക്കും അടിയും ബഹളവും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എഗൻസ്റ്റ് പൊളിറ്റിക്സ് എന്നൊരു ഭാഗവും മറുഭാഗവും പൊളിറ്റിക്സ് ആയിട്ട് പ്രത്യക്ഷത്തിൽ വരുന്നില്ല. ഇത് തമ്മിലുള്ള SFI KSU ലേബലില്ല. ഇല്ലില്ല, SFI KSU ലേബല് ഞങ്ങൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫൈനൽ ഇയർ തീരാറായപ്പോഴാണ് ആദ്യം അവിടെ SFI യൂണിറ്റ് തുടങ്ങുക, തൊട്ട് പിന്നാലെ KSU യൂണിറ്റ് തുടങ്ങുക. അതോടെ ഈ 2 പാനലും അപ്രത്യക്ഷമായി. സാർ അപ്പൊ അന്ന് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ആയിരുന്നു. സാർ ഈ പറഞ്ഞ പോലെ ആന്റി റാഗിങ് സ്ക്വാഡ് അങ്ങനത്തെ അതൊക്കെയായിരുന്നു കോളേജില്? അല്ല, അതാണ് നേരത്തെ പറഞ്ഞ സാധനം വരുമ്പോ അത് വരില്ലേ? അല്ല, ഞങ്ങളുടെ കാലഘട്ടത്തിൽ റാഗിങ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആശയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ടിമിഡായിട്ട് വരുന്ന കുട്ടികൾ, പ്രൊഫഷണൽ കോളേജിലേക്ക് വരുന്നവർ, അവരെ ഒന്ന് ടഫനപ്പ് ചെയ്യാൻ ഒരു സംഭവമായിരുന്നു. അത് ചിലപ്പോഴൊക്കെ ലിമിറ്റ്സ് ക്രോസ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നാണ് ഒരു വിവാദമായി തുടങ്ങിയത്. റാഗിങ് ഒക്കെ വിവാദമായി. എന്നാലും യഥേഷ്ടം റാഗിങ് ഉണ്ടായിരുന്നു അന്ന്, പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ. ഞാൻ ഡേ സ്കോളർ ആയതുകൊണ്ട് എനിക്കങ്ങനെ റാഗിങ് ഉണ്ടായിട്ടില്ല. ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ മാർവാനിസിൽ പഠിച്ച ഞങ്ങൾ 3-4 പേര് ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വീക്കെൻഡ് കയറി 2 ആഴ്ചയ്ക്ക് വീക്കെൻഡ് എറണാകുളം പോയി തിരിച്ച് വേണാട് എക്സ്പ്രസ്സിൽ തിരിച്ചു വരികയും സീനിയേഴ്സ് വന്ന് വരട്ടാൻ തുടങ്ങി. ടീഷർട്ട് ടക്കിൻ ചെയ്തേക്കുന്നു, പുറത്തു വരാൻ പറ്റും. കൂട്ടത്തിലുള്ള എൻ്റെ കൂട്ടത്തിൽ നിന്ന ഒരുത്തൻ ഹീ ബ്ലൂ ഓഫ്, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു, ട്രെയിനിലായിരുന്നു റാഗ് ചെയ്യുന്ന മറ്റേ മറിച്ച് ചോദിച്ച് പറഞ്ഞു. അതൊരു വിഷയമായി. പക്ഷെ അതുകൊണ്ട് എനിക്കുണ്ടായ ലോസ് എന്താണെന്നറിയാം. പിന്നെ എന്നെ ആരും റാഗ് ചെയ്യാൻ വന്നില്ല. പക്ഷേ ഇന്നെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ 1 വർഷം സീനിയറായിട്ട് പഠിച്ചവരാണ്. അവരുമായിട്ട് 2 വർഷം ഗ്യാപ്പ് ഉണ്ടായി. പിന്നീടാണ് 1 വർഷം കഴിഞ്ഞ് കുറച്ച് പേരുമായിട്ട് സംസാരിച്ചു തുടങ്ങി. ഇന്നെൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 2-3 പേര് ഞാൻ കോളേജിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞ് അവരെൻ്റെ അടുത്ത് മിണ്ടുന്ന പോലും. അന്ന് ആ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അന്നേരം റാഗിങ്ങിനെ ആ കാലഘട്ടത്തിൽ റാഗിങ് വിതിൻ ലിമിറ്റ്സ്
അതിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു, അങ്ങനെയായിരുന്നു നിലനിന്നുകൊണ്ടിരുന്നത്. ഇപ്പം വളരെ സൈക്കോ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഈ ലിമിറ്റ് എന്താണെന്ന് വെക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുന്നത് റാഗിങ്ങിൻ്റെ അപ്പുറത്ത് ശരിക്കും മർദ്ദനവും പിന്നെ ആ ലെവലിലാണല്ലോ ഇതിപ്പോൾ റാഗിങ് നമ്മൾ കേൾക്കുന്ന സംഭവങ്ങൾ. ഇപ്പോഴും ചെറിയ തോതിൽ റാഗിങ് നടക്കുന്നുണ്ടാവും, പക്ഷെ ആൾക്കാർ പുറത്തേക്ക് വരുന്ന ഇൻസിഡൻസ് ഒക്കെ ഭയങ്കര സൈക്കോ സംഭവം. അല്ല, മെന്റൽ ടഫനിങ് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്കാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മെന്റൽ ആവശ്യമുള്ളത്. ടഫനിങ് ആവശ്യമുള്ളത്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് കോഴിയട ഇരിക്കുന്നത് പോലെ ഇരുത്തി വളർത്തി വരുന്ന ഒരു സംബന്ധിച്ച് അവർക്ക് ജീവിതം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ ടഫൻഡ് ആകുക എന്നുള്ള അത്യാവശ്യമാണ്. അതിന് റാഗിങ് വേണമെന്ന് ഞാൻ പറഞ്ഞതല്ല. അല്ല, നമ്മളത് ഞാൻ കണ്ടന്റ് എഴുതി ഇപ്പോൾ റാഗിങ് ആവശ്യമാണെന്ന്. ഞാൻ നിങ്ങൾക്ക് പകരം വേറെ ഏതെങ്കിലും ചാനലിലായിരുന്നു ഇന്റർവ്യൂവിൽ ഇപ്പൊ ബ്രേക്കിംഗ് ആയിട്ട് വന്നേനെ പറഞ്ഞ് റാഗിങ് വേണമെന്ന് പറഞ്ഞേനെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, പക്ഷെ അതിന്റെ ബേസിക് ഞാൻ പറഞ്ഞത് ടഫൻഡ് ആകേണ്ട രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ ചെറിയ സമ്മർദ്ദം വരുമ്പോഴും ആത്മഹത്യ ചെയ്യുന്നതും ബാക്കിയിലേക്ക് പോകുന്നത്. അതാണ് നിലവിൽ സാറപ്പം അന്ന് ആന്റി പൊളിറ്റിക്സ് ആയിട്ട് നിന്നെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യമാണ്. സാറിന് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ കോളേജിലെ രാഷ്ട്രീയത്തിന് സാർ എങ്ങനെ നോക്കി കാണുന്നു? അതൊരു നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ വരേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇന്നിപ്പം ഐഡിയോളജിക്കൽ ബേസ്ഡ് പൊളിറ്റിക്സ് എവിടെ ഉള്ളത്? ഇന്നിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇടതുപക്ഷം മറ്റേ ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ഐഡിയോളജിക്കൽ ബേസ് നഷ്ടപ്പെട്ടില്ലേ? ലോകത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നെഹ്റുവിയൻ കാലഘട്ടം. കോൺഗ്രസ് പക്ഷേ ഇപ്പൊ പറയുന്നില്ലല്ലോ അവർ ലെഫ്റ്റ് ഓഫ് സെന്റർ ആണെന്ന് പറയുന്നില്ല, സോഷ്യലിസ്റ്റ് ആണെന്ന് പറയുന്നില്ല. ഓരോ പാർട്ടിയും അതുപോലെ. ഞാനൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നില്ല. അന്നേരം അതുണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു, സാമൂഹ്യ മാറ്റം, നമുക്ക് രാജ്യത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ ഫെയിൽ ചെയ്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് അവജ്ഞയല്ലേ. ആരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. അവരുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല നിലവിലെ പൊളിറ്റിക്കൽ സംവിധാനത്തിൽ. അതുകൊണ്ടാണ് ഇവർ അകന്നകന്ന് പോകുന്നത്. അകന്നകന്ന് പോകുന്നതനുസരിച്ച് രാജ്യത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ഒരു സ്വാർത്ഥ സമൂഹം എന്ന് ചില കാര്യങ്ങളിൽ പറയാം, ചില കാര്യങ്ങൾ കാണുമ്പോൾ അല്ല, ഇന്നത്തെ തലമുറയും വളരെ പോസിറ്റീവായിട്ടുണ്ട് എന്നുള്ളത്. അന്നേരം ബേസിക്കലി അവരുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കുക, അതായിട്ട് പൊളിറ്റിക്സ് മാറണം. അങ്ങനെയാണെങ്കിൽ അവർ മെയിൻ സ്ട്രീമിലേക്ക് വന്ന് ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആകണമെന്നല്ല, പക്ഷെ ആശയപരമായിട്ടെങ്കിലും അവരുടെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടും. പക്ഷെ അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ തലമുറ അതിൽ നിന്ന് മാറിപ്പോകുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിങ് വരികയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട്, വേടൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ലായിരുന്നു. വേടനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ആളുണ്ട് എന്ന് പോലും അറിയുന്നത്. പക്ഷെ വേടൻ ഒരു പരിധി വരെ വേടന്റെ സംഗീതത്തിൽ കൂടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലേ? അന്നേരം പുതിയ നിങ്ങളുടെ ജെൻസി എന്ന് പറയുന്നവരുടെ ആ കാഴ്ചപ്പാടിനനുസൃതമായി പൊളിറ്റിക്കൽ പാർട്ടീസിന് മാറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് റെലവെന്റ് അല്ലാതാകും. സാർ, ഈ പൊളിറ്റിക്സിനെ പറ്റി വളരെ പെരിഫറൽ മാത്രം അറിവുള്ള ഒരു ആളെന്ന രീതിയിൽ ചോദിക്കുമ്പോഴേ, അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിന് കിട്ടുന്ന ഒരു കാശ് എന്ന് പറയുന്നത് ഒരു 8,000 സംതിങ് ഒരു മാസം എന്ന് പറയുന്നുള്ളത്, ഇതൊക്കെ ശരിക്കും നല്ലൊരു എമൗണ്ട് ആയിട്ട് ഉണ്ടെങ്കിൽ ഇത് ചെറുപ്പക്കാരെ ഒരു ഒരു പ്രൊഫഷനായിട്ട് ഞാൻ ഇതിന് വേണ്ടി ഇറങ്ങാമെന്ന് തോന്നാൻ അങ്ങനത്തെ ആൾക്കാർ വരാൻ സാധ്യതയില്ലേ? അല്ല, രണ്ട് രീതിയിൽ പറയാം. 8,000 എന്നുള്ളത് കൂട്ടിയാലും എത്ര വരെ കൂട്ടാവുന്നുള്ളത്. ഒരു MLA-ക്ക് 50,000 52,000 ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഞാൻ ഇതായിരുന്ന സമയത്ത് 42,000 ഉള്ളായിരുന്നു. കൂടി ചില പേർക്സും എല്ലാം കൂടെ ചേർത്ത് വാഹനത്തിനുള്ള ഫ്യൂവലിനുള്ള ഇതെല്ലാം കൂടെ ചേർത്താലും കുറെ കൂടെ വരും. എക്സ്ട്രാ കാണത്തില്ല, കുറച്ച് അലവൻസുകളുണ്ട്. പക്ഷെ അതൊന്നും ടേക്ക് അവേ ആയിട്ട് വരുന്ന, അതൊക്കെ ചെലവിന് വരുന്ന കാര്യമാണ്. അതായത് ഇതിന് വലിയ റിഫോംസ് വേണം എന്നുള്ള ഒരു ഭാഗത്ത് പറയുമ്പോഴും മനുഷ്യന് ആർക്കെങ്കിലും ഇത്ര കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, പക്ഷേ അതും നമ്മൾ PSCക്ക് വേണ്ടി ഇത്രയും ആൾക്കാർ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ അവർ ആ ഒരു ഓപ്ഷനും കൂടി എടുക്കൂലേ എന്നുള്ളതാണ്. ശരിയാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന കുറെ സമയം ഞാൻ പറഞ്ഞത് PSCക്ക് വേണ്ടി ആസ്പയർ ചെയ്തു, പഠിക്കുന്നു, ടെസ്റ്റ് പാസ്സാകുന്നു, സർക്കാർ ജോലിയിൽ കയറുന്നു. ജോലിയിൽ കയറിയിട്ട് നല്ലൊരു ശതമാനം കറക്റ്റ് ആകുന്നില്ല. അതാണ് ഇവിടെ വെച്ച് അത് ഇത്രയും മതി എന്നുള്ളൊരു ചിന്ത എങ്ങും വരുന്നില്ലല്ലോ. ഇതിലും കൂട്ടിയാലും
കുറച്ചുപേര് വരുമെങ്കിലും അതിനോടനുബന്ധിച്ച് കറപ്ഷൻ അവിടെ ഇല്ലാതാകുമോ? ഇവരിപ്പോ ഈ താഴെക്കടയിലൊന്നും ഈ പറയുന്നത് പോലെ ഈ 8,000 രൂപയ്ക്ക് ആർക്കും ജീവിക്കാനൊക്കത്തില്ലെന്ന് നമുക്കറിയാം, അതറിയാം. പക്ഷെ സ്വാഭാവികമായിട്ട് അവരെ വേറെ സോഴ്സ് കണ്ടുപിടിക്കണ്ടേ? സ്വാഭാവികമായിട്ട് മറ്റൊരു വരുമാന സ്രോതസ് ഇല്ലാതെ ഒരു പൊളിറ്റീഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ്. എൻ്റെ ഫാദറാണ് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് ജയിച്ചപ്പോൾ അന്ന് തന്നെ ബിസിനസ് തുടങ്ങി. അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വരുമാനത്തെ ആശ്രയിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ബിസിനസ് വേണം. അന്ന് ചിന്തിക്കാനൊക്കത്തില്ല, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു ഭാഗത്ത് മുതലാളിയായി ബിസിനസ് കൊടുക്കുന്ന ചിന്തിക്കാനൊക്കാത്ത ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. എന്നാൽ ഇപ്പോഴും ഒരു തീർച്ചയായിട്ടും പൊളിറ്റീഷ്യൻ്റെ ക്ലീനിങ് അപ്പിൻ്റെ ഭാഗമായി വരുന്നെങ്കിൽ ഇന്നത്തെ ഇത് മാറിയിട്ട് വരുമാന സ്രോതസ് ഉള്ളവർ തന്നെ ഇതിലേക്ക് വരേണ്ടതുണ്ട്. പൊളിറ്റിക്സ് ഫാദറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതുകൂടെ ഇൻട്രൊഡക്ഷനിൽ പറയേണ്ട ഒരു സാധനമായിരുന്നു. കേരള പൊളിറ്റിക്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ലീഡേഴ്സ് ബേബി ജോൺ സാറിൻ്റെ മകനാണ് ഷിബു ബേബി ജോൺ സാർ. എനിക്കൊന്ന് ചവറ മണ്ഡലം ഫോം ആയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് സാറിൻ്റെ ലാസ്റ്റ് ടൈം വരെ സാറ് തന്നെയായിരുന്നു അവിടുത്തെ MLA അല്ലേ? പുള്ളി ആദ്യം ജയിക്കുന്നത് 1952-ലാണ്. അത് കൊല്ലം ഇന്ന് പെരിനാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തില്. പക്ഷെ അതിനൊരു സവിശേഷത ഉണ്ടായിരുന്നു. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട്, തൊഴിലാളി സമരത്തിന്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടാണ് പുള്ളി ആദ്യം നിയമസഭയിലെത്തുന്നത്. ഒരു ദിവസം പോലും ക്യാമ്പയിന് ഇറങ്ങാൻ പറ്റാതെ ജയിച്ചു. അതിനുശേഷം 54 മുതൽ പുള്ളി ഇന്നത്തെ ചവറ അടങ്ങുന്ന പ്രദേശത്തു നിന്ന് തന്നെയാണ് കണ്ടിന്യൂസ്ലി ജയിച്ചിട്ടുള്ളത്. 57 ഒരു വർഷം തോറ്റിട്ടുണ്ട്. അതല്ലാതെ ബാക്കി 96 ഇലക്ഷൻ വരെ കണ്ടിന്യൂസ് ആയിട്ട്. സാറാണ് ഫാദർ LDF, അതായത് RSP ഉണ്ടായിരുന്നു. ആദ്യം അവരുടെ പൊളിറ്റിക്കൽ ആദ്യത്തെ കാലഘട്ടം ഞാൻ പറഞ്ഞു 52 ജയിക്കുമ്പോൾ 54, 60 ഇതിലെല്ലാം RSP തനിച്ചായിരുന്നു, ഒരു മുന്നണിയിലും ഇല്ല. 70 മുതൽ 80 വരെ RSP ഐക്യമുന്നണി എന്ന് പറയുന്ന കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നണിയാണ്. 80 മുതൽ വീണ്ടും LDFന്റെ ഭാഗമായി. ശരിക്കും സാറൊരു പ്രൊഫഷണൽ ഫീൽഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് പോയി അല്ലേ? ജോലിക്കല്ല, ബിസിനസ് ചെയ്യായിരുന്നു. അങ്ങനെ പോയിരുന്ന ആളെ പ്രൊഫഷണൽ എങ്ങനെയാണ് പൊളിറ്റിക്സിലേക്ക് വന്നത്? അത് ജീവിതത്തിൽ പല അബദ്ധവും പറ്റുമല്ലോ. എൻ്റെ ആദ്യത്തെ അബദ്ധമായിരുന്നു, പിന്നെ മലയിക്കോട്ടെ വരണം. മൂന്നാമത്തെ ഇതാണെന്ന് പറയാൻ അല്ല, അത് അവസാനം പറയാം. രീതി പറഞ്ഞാണ് ഇന്ന് ഞാനത് എൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ഫാദർ 97 പെട്ടെന്ന് അപ്രതീക്ഷിതമായി മന്ത്രിയായിരിക്കാൻ സുഖമില്ലാതായി. അന്നേരം ഉണ്ടാകുന്ന ഒരു അത് കഴിഞ്ഞൊരു 98 ഒരു ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ അവിടുന്ന് പ്രവർത്തിക്കാൻ ഇറങ്ങണം, ഫാദറിന്റെ സാന്നിധ്യത്തിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങണമെന്നും പറഞ്ഞ് അവിടെ ഇറങ്ങി. അന്നേരം ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും ഒരു അഡിലേഷനും ഉണ്ടല്ലോ, അത് ആ സ്നേഹവും വാത്സല്യവും ആ ഒരു തരുന്ന ഒരു അംഗീകാരവും അതൊരു വല്ലാതെ ഒരു ആകർഷിച്ചു. അങ്ങനെ അങ്ങ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ അസാന്നിധ്യത്തിൽ പുള്ളിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടുത്തെ പാർട്ടിക്കാരുടെ ജനങ്ങളുടെ ഒരു സമ്മർദ്ദവും ഞാൻ പറയുന്നില്ല, അവർ നൽകിയ സ്നേഹത്തിൽ ആകർഷകരായി ഞാൻ അതിലേക്ക് ഇറങ്ങിയത്. ശരിക്കും അതിൻ്റെ ഒരു ഒരു എക്സ്പെക്ടേഷൻ വെയിറ്റ് ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മൾ അറിയാമല്ലോ, ഇപ്പം ഒരു വലിയ സിനിമയുടെ മകൻ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുന്നൊരു സാധനം, അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ രാഷ്ട്രീയത്തിൽ എവിടം വരെ എത്തിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഫാദറിൻ്റെ ഒരു ഇതിലാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്കുണ്ടായിരിക്കുന്ന ഡെഫിഷ്യൻസി എല്ലാം ഈ 1-to-1 കമ്പാരിസണിൽ വരുന്നതാണ്, ആൾക്കാരുടെ എക്സ്പെക്ടേഷനിൽ വരുന്നതാണ്. ഒരിക്കലും പുള്ളിക്ക് പകരമാകാൻ പറ്റില്ല. ഈ ഒരു ലീഡേഴ്സിന്റെ ഏത് മക്കൾ വന്നാലും അവർക്കൊക്കെ അവരൊക്കെ റീപ്ലേസബിൾ അല്ല, അവർ വേറെ ലെവലിലുള്ളവരാണ്. അന്നേരം പക്ഷെ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ അതേ നിലയില്ല. അത് വരുമ്പോഴാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് എനിക്ക് അന്നേരം എല്ലാ നേട്ടങ്ങളും എൻ്റെ ഫാദർ കാരണമാണെങ്കിലും തിരിച്ചു വരുന്നത് കമ്പാരിസണിൽ നിന്ന് വരുന്നതിലുള്ള ദോഷങ്ങളാണ് സംഭവിക്കുന്നത്. എനിക്ക് ആൾക്കാരുടെ മനസ്സിൽ അവരത്രയും ടോപ്പിൽ പൊസിഷൻ ചെയ്ത് വെച്ചേക്കുന്നവരാണല്ലോ ശരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പേഴ്സണലായി ചോദിക്കുകയാണ്, അച്ഛൻ്റെ ഒപ്പം എത്താൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ അച്ഛൻ്റെ പാത ഞാൻ കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അച്ഛൻ്റെ ഒപ്പം എത്താൻ ഞാൻ പരിശ്രമിക്കുന്നില്ല, സാധിക്കില്ല. അത് തിരിച്ചറിയും. ഒന്ന് കാലഘട്ടം വേറെയാണ്. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തും ചെയ്യാനൊക്കുമായിരുന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു.
അതിനുള്ള ആജ്ഞാശക്തിയും പുള്ളിക്കുണ്ടായിരുന്നു. ഇന്ന് കാലഘട്ടം മാറി. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് എത്താൻ ഒക്കത്തില്ല. പക്ഷെ കഴിവതും ആ പാതയെ വിട്ടുപോകാതെ ഉള്ള അതിനുള്ള പരിശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഞാൻ കാര്യവട്ടത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ പത്തനംതിട്ട ചവറ വഴി കൊല്ലം പോയിട്ട് ആറ്റിങ്ങൽ ഇറങ്ങി പോകുന്നൊരു രീതിയാണ് ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ചവറ ഏരിയ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സ് എനിക്ക് കുറച്ച് അന്നേ അറിയാം, 2006-2007 കാലഘട്ടങ്ങളിലേ അറിയാം. അപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്നത്. അപ്പം നമ്മൾ മൊത്തത്തിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാലായ്ക്ക് മാണി സാറ്, മൊത്തത്തിൽ അങ്ങനെ ഒരു പേരുണ്ടല്ലോ. അതുപോലെ ചവറയ്ക്ക് ബേബി സാർ, അങ്ങനെ ഭയങ്കര എവിഡൻ്റ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ ഈ സാർ, ബേബി സാർ, മാണി സാർ, അങ്ങനെ സാർ എന്നുള്ള വിളികളുണ്ടല്ലോ. ഷിബു സാർ, സാർ എന്നുള്ള വിളി എങ്ങനെയാണ് സാർ കാണുന്നത്? എവിടെ നിന്ന് കിട്ടുന്ന ഇത്ര ചൊറിഞ്ഞ് ചുമ്മാ ഇരുന്ന് ചൊറിയ അല്ലേ? നിങ്ങളത് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒരു ആയുധമാക്കി എടുത്തിരിക്കുന്നതാണ് സാർ വിളി എന്നുള്ളത്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം എടാ പോടാ എന്ന് ഇങ്ങോട്ടും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത്. പക്ഷെ ഇവിടെ ഏതോ ഒരു സമയത്ത് ഞാൻ അവിടെ തന്നെ ആ മണ്ഡലത്തിൽ നിന്ന് ഒരു വ്യവസായിയായിട്ടായിരുന്നല്ലോ കുറെ കാലം ഉണ്ടായിരുന്നത് ഈ രാഷ്ട്രീയത്തിൽ വരുന്നത്. അന്ന് കാണാൻ വരുന്നവർ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇത്, പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്നവർ സാർ എന്ന് വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേര്. അത് പിന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങി അതങ്ങ് എല്ലാവരും വിളിക്കുന്നു. പക്ഷെ ഞാനത് ആസ്വദിക്കുന്നതല്ല. എന്നെ എല്ലാം വിളിക്കുന്നുണ്ട്. അണ്ണാന്ന് വിളിക്കുന്നവരുണ്ട്, ചേട്ടാന്ന് വിളിക്കുന്നവരുണ്ട്, അച്ചായാന്ന് വിളിക്കുന്നവരുണ്ട്, ഇതെല്ലാം മാമാന്ന് വിളിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഓരോ ഏജ് ഗ്രൂപ്പിൽ. പക്ഷെ പൊതുവെ ഇങ്ങനെ ഒരു ഇത് വരികയും അത് നിർഭാഗ്യവശാൽ എൻ്റെ ഒരു ശരീരഭാഷയുടെ ചില പോരായ്മകളുണ്ട്. അന്നേരം ഇതുമായിട്ട് വെച്ച് വേറെ ഒരു തരത്തിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ളൊരു പ്രചരണം വരുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അല്ല, ശരിക്കും അവർ സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ ഈ നമുക്കറിയാം മാണി സാർ, ബേബി സാർ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ അധ്യാപകനെ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളെ വിളിക്കുന്ന പോലെ അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇതിനപ്പുറത്ത് അല്ല, ആൾക്കാർ ഇപ്പൊ ഇതിനെ ഈ പ്രശ്നം ചോദിക്കുന്നത് സാറ് കളിക്കുവാണെന്നുള്ള രീതിയിലാണല്ലോ. ഒരു സവിശേഷത, മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും അതൊരിക്കലും മാർക്സിസ്റ്റ് ലെനിനിസം ആണെങ്കിലും ഒരിക്കലും ഒരു ഔപചാരികമായ സഖാവേ എന്നുള്ള വിളിയിലല്ലായിരുന്നു RSPയുടെ ശൈലി. ശ്രീകണ്ഠൻ ചേട്ടൻ എല്ലാവർക്കും ചേട്ടനായിരുന്നു, ഉണ്ണിച്ചേട്ടൻ, അങ്ങനെ ഓരോരുത്തരെയും ചേട്ട എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു. എൻ്റെ ഫാദറിന് മാത്രം ബേബി സാറിന് പേര് വരാനൊരു കാര്യമുണ്ട്. പുള്ളി SSLC പാസ്സായി കഴിഞ്ഞിട്ട് കുറച്ചു കാലം അവിടെ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു. അന്നാണ് ബേബി സാർ എന്നൊരു പേര് പുള്ളിക്ക് വന്നത്. അതാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ബാക്കി എല്ലാ RSPയുടെ ചരിത്രത്തിൽ എല്ലാവരും ചേട്ടാ എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഏറ്റവും ഉദാഹരണമായിരുന്നു ശ്രീകണ്ഠൻ ചേട്ടൻ. നിങ്ങളൊന്നും കേട്ടിട്ട് പോലും കാണത്തില്ല. ഏറ്റവും വലിയ ഒരു തൊഴിലാളി നേതാവായിരുന്ന ശ്രീകണ്ഠൻ ചേട്ടൻ ആയിരുന്നു. എല്ലാവർക്കും ചേട്ടനായിരുന്നു. അതായിരുന്നു അവിടുത്തെ ഒരു ലീനിയേജ്. ഫാദർ വീട്ടിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു? ആള് രാഷ്ട്രീയക്കാരൻ, തിരക്കായിട്ട് വീട്ടിൽ അവൈലബിൾ അല്ലാത്തൊരു അങ്ങനെയായിരുന്നു അതോ? അല്ല, ഞാനൊക്കെ വളർന്നു വന്നപ്പോഴത്തേക്കിന് ആദ്യകാലം ഒരു 7-8 വയസ്സ് വരെയുള്ള കാലഘട്ടം എനിക്ക് അത്രയും ഓർമ്മയില്ല, എന്നാലും ഇതുണ്ട്. അതിനുശേഷം പുള്ളി മന്ത്രിയായിരുന്നല്ലോ. മന്ത്രിയായിരുന്നപ്പോഴത്തേക്കിന് ട്രിവാൻഡ്രത്തുണ്ടാവും. വൈകിട്ട് എന്താണെങ്കിലും ഡിന്നർ സമയത്തേക്കിന് പുള്ളി എത്തും. അവിചാരിതമായി മറ്റ് മീറ്റിങ്ങുകൾ, ദൂരയാത്രകളുള്ള പോലെ കുടുംബമായിട്ട് അന്ന് പുള്ളി ക്വാളിറ്റി ടൈം അന്നേരം സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുക. അന്നേരമാണ് എന്തെങ്കിലുമൊക്കെ. ഒരിക്കലും പൊളിറ്റിക്സ് ഒന്നും ഡിസ്കസ് ചെയ്തില്ല. ബാക്കി കാര്യം അല്ല, ഒരിക്കൽ പോലും പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ബാക്കിയല്ല, ഞങ്ങൾക്ക് ക്ലിയർ നോട്ട് അലൗഡ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു പൊളിറ്റിക്സ്. അതൊരു ഡിസ്കഷൻ വീട്ടിലുണ്ടായിട്ടില്ല. ബാക്കി എല്ലാ കാര്യവും സംസാരിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ വീട്ടിലെ ഇളയ മകനായതുകൊണ്ട് കുറച്ച് കുസൃതി കൂടുതലായിരുന്നു. അന്നേരം അതിന് ഈ പറഞ്ഞ പോലെ അമ്മയുടെ കയ്യിൽ നിൽക്കാത്ത വിഷയം വന്നാൽ പുള്ളി അറിയിക്കും. ആ ദിവസം പിന്നെ ഞാനിങ്ങനെ മുങ്ങി അത് നടക്കുന്ന ഒരു ഇതുണ്ട്. അതല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. അച്യുതമേനോൻ മിനിസ്ട്രിയിൽ, ഈ കനാൽ മിനിസ്ട്രിയിലെല്ലാം സാറിന് 4-5 തവണയെങ്കിലും മന്ത്രിയായിട്ട് 17-18 വർഷം മന്ത്രിയായിട്ട് വയ്യാതാകുന്ന ലാസ്റ്റ് ടൈമിലും മന്ത്രിയായിട്ടിരിക്കുമ്പോഴല്ലേ വയ്യാതെ. ഓക്കെ, ആൾക്ക് രാഷ്ട്രീയത്തിൽ ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഈ പ്രോബ്ലം സോൾവർ എന്നുള്ള ഇമേജ് ആയിരുന്നു. ആളിനെ കേരള കിസിഞ്ചർ എന്നായിരുന്നു അറിയപ്പെടുന്നത്. അമേരിക്കൻ ഡിപ്ലോമാറ്റ്
ഹെൻറി കിസിഞ്ചറിനോടനുബന്ധിച്ച് ആ പേര് വെച്ചിട്ട് കേരള കിസിഞ്ചർ എന്നായിരുന്നു ആളിനെ അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുമ്പോൾ ചിലപ്പോൾ ഇവരെ ഈ ക്യാരക്ടേഴ്സൊക്കെ അഡോപ്റ്റ് ചെയ്തായിരിക്കും നമ്മളിങ്ങനെ രാഷ്ട്രീയത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഓടി വരുന്നൊരു മനുഷ്യനായിട്ട് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇദ്ദേഹത്തെ അങ്ങനെ ഇരുന്നായിരിക്കും വന്നിട്ടുണ്ടാവുക ശരിക്കും. അടുത്ത എൻ്റെ ചവറ റൂട്ടിൽ ചവറ ചോദ്യമുണ്ട്. അല്ല സാറിന് കിസിഞ്ചർ പാരമ്പര്യം, ജൂനിയർ കിസിഞ്ചർ എന്നുള്ള നല്ല സാധനമാണ്. അതിന്റെ കൂടെ കരുതിരിക്കുകയാണ്. ഞാൻ ഓർത്ത് ചവറ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ കൂട്ടുകാർ പറഞ്ഞ ലോ ക്വാളിറ്റി ചോദ്യം എന്തെങ്കിലും ഉണ്ട് അങ്ങനെ ഉദ്ദേശിച്ച്. ആ ജൂനിയർ കിസിഞ്ചർ എന്നുള്ളൊരു ലേബലുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ? ഒരിക്കലും ഇല്ല. നമുക്കൊന്നും ആ ലെവലിലൊന്നും എത്താനൊക്കത്തില്ലല്ലോ. അന്ന് പുള്ളിയുടെ കാലഘട്ടത്തിൽ പൊളിറ്റിക്സിൽ എതിർചേരിയിൽ ഇരിക്കുന്നവർ തമ്മിൽ ഒരു പരസ്പര ബഹുമാനവും ഒരു ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് എതിർക്കുന്നു. ഇന്ന് ഐഡിയോളജിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് വ്യക്തിപരമായി പേഴ്സണൽ അറ്റാക്ക്. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നേതാക്കന്മാർ തമ്മിൽ അവർക്കൊരു റിയൽ ഡെമോക്രാറ്റിക് മൂല്യങ്ങളുണ്ടായിരുന്നു, വാല്യൂസ് ഉണ്ടായിരുന്നു. ചില വിഷയങ്ങൾ വരുമ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും തിരിക്കുന്നവർ തമ്മിൽ ഒരു മീഡിയേറ്റർ പോലെ എൻ്റെ ഫാദർ പെരുമാറിയിട്ടുണ്ട്, ഒരു വിഷയം പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്പേസ് എന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ചുമ്മാ പറഞ്ഞു തരുന്നിട്ട് കാര്യമല്ലോ. ഇന്നിപ്പോൾ ഇവിടെയും കേന്ദ്രത്തിലും കേരളത്തിലും ഏകദേശം അതുപോലത്തെ ഒരു അവസ്ഥ വളരെ പേഴ്സണലല്ല. ഞാൻ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആശയം, ഒരു പ്രത്യയശാസ്ത്രം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ വേറെ ഒരു ആശയത്തിൽ വിശ്വസിക്കും. നമ്മൾ വി ഷുഡ് ലേൺ ടു റെസ്പെക്ട് ദാറ്റ്. നിങ്ങൾക്കൊരു ആശയമുണ്ട്, എനിക്കൊരു ആശയമുണ്ട്. ഈ ആശയങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആവരുത്. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇത് ആശയമില്ലാത്തതുകൊണ്ടാണ് വ്യക്തിപരമാകുന്നത്, വ്യക്തിപരമായ വിരോധമായി ഇത് മാറുന്നത്. ഈ പേഴ്സണൽ അറ്റാക്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെളിവാരി എറിയൽ നടക്കുമ്പോൾ അതാ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഒരു ഉദ്ദേശിക്കുന്ന കേട്ടോ. ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ആശയമില്ലാത്തോണ്ട് അല്ലേ സാറിന് ഇത് ഇവിടുത്തെ രാഷ്ട്രീയം പോരാ, നിർത്തി തിരിച്ച് ബിസിനസ്സിലേക്ക് പോയാൽ മതി എന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇതെല്ലാം അതിലും മറ്റൊരു പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം, സ്ഥാനം മാത്രമല്ല, MLA എന്നുള്ളൊരു സ്ഥാനമോ മന്ത്രി എന്നുള്ള സ്ഥാനമല്ല. പക്ഷെ ഇതൊരു ഭയങ്കര എനർജി സോഴ്സാണ്. അത് ഉപേക്ഷിച്ചിട്ട് നാളെ ഇനി മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിക്കാം. പക്ഷെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരാൾക്ക് അതിൽ നിന്നൊരു പിന്മാറ്റം ഇല്ല. നമ്മൾ സിൻസിയറായി ആത്മാർത്ഥമായിട്ടാണ് അതിനെ സമീപിക്കുന്നെങ്കിൽ ഒരിക്കലും പിന്മാറാനാകത്തില്ല. അതാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. നമ്മൾ ഇരുന്നത് രാഷ്ട്രീയം പറയാനല്ല എന്ന് അറിയാതെ വന്ന് പിന്നെ ഇതിനകത്ത് ഈ ഞങ്ങൾ വെളിയിൽ നിന്ന് സാധാരണക്കാരും പുറത്തുനിന്ന് വായിക്കുന്ന വാർത്തകൾ നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ശരിക്കും ഗോസിപ്പുകൾ തന്നെയാണ്. ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് സംഭവിക്കുന്നതിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ ശരിക്കും നമ്മൾ അതിലേക്ക് അട്രാക്ട് ആകുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ആളെ കിട്ടിയപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ത്വര കൊണ്ട് ചോദിച്ചു പോയത്. ആ ക്വസ്റ്റ്യൻ്റെ വാലയെ പിടിച്ച ശരിക്കും RSP ഫാദറിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് പിളരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അതായത് 98-ന് ശേഷമുള്ള അത് എല്ലാം ഞാൻ പറഞ്ഞ വ്യക്തിപരം മാത്രമായിരുന്നു, ആശയപരമായ ഒരു പിളർപ്പുമല്ലല്ലോ. ഇല്ല, വ്യക്തിപരമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് അതിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര ടോൾ ലീഡേഴ്സ് ആയിരുന്നു, കമാൻഡിങ് ലീഡേഴ്സ് ആയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ആയിരുന്നു എൻ്റെ ഫാദർ. പുള്ളി കടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഒരു കമാൻഡിങ് ലീഡറിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അതിന് ശേഷം ഉണ്ടാകുന്ന വ്യക്തിപരമായ വിഷയങ്ങളാണ്. മറ്റേതെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരാളുണ്ടായിരുന്നു. അതിന് ശേഷം വന്നതിൽ അതുണ്ടായില്ല, അതുകൊണ്ട് പിളർപ്പിലേക്ക് പോയി. പക്ഷേ അത് ഒരു 10-15 വർഷം ശേഷം ആ ഭിന്നിപ്പ് പരിഹരിക്കാനും സാർ തന്നെയായിരുന്നു മുൻകൈ എടുത്തത്. ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നാൾ മുതൽ പൊളിറ്റിക്സ് ഇല്ലെങ്കിലും RSP ആണല്ലോ എൻ്റെ ലൈഫ്. അതിലൊരു സാഹചര്യം വന്നപ്പോൾ അത് യോജിപ്പ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് ഞാൻ ഡ്യൂട്ടി ബൗണ്ടാണ്. എൻ്റെ പിതാവിൻ്റെ പാത സഞ്ചരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രഥമ ഉത്തരവാദിത്തമായി ഞാൻ കണ്ടു. എൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടൊരു പിളർന്നപ്പോൾ ഒരു ഭാഗത്ത് നിന്നും എൻ്റെ മുമ്പിൽ ഒരു അവസരം വന്നപ്പോൾ യോജിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. RSP 2 വശത്തേക്ക് പോയത് ഒന്നിച്ചു. ആൻഡ് അത് UDFൻ്റെ കൂടെ വന്നു ഒരുമിച്ച് തിരിച്ച്. ഞാൻ UDFൻ്റെ കൂടെ അതിൽ നിന്ന് മറ്റേ ഭിന്നിച്ചെന്ന സംഘടന പുനരേകീകരിച്ച് RSP 2 ഭാഗത്ത് നിന്ന സ്ഥിതിക്ക് LDFൻ്റെ കൂടെ UDFൻ്റെ കൂടെ നിന്ന സ്ഥിതിക്ക് ഏത് ഭാഗത്താണ് കൂടുതൽ രസം? അല്ല, ഞാൻ ആദ്യം മുതലേ UDFൻ്റെ കൂടെ നിന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് മറ്റേ സൈഡിൽ ഇതറിയത്തില്ലല്ലേ. അല്ല, ഒരു കാലഘട്ടത്തിൽ LDFലായിരുന്നു വലിയ കെട്ടിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ സാർ ഈ വരാൻ പോണ ഇലക്ഷനെ എങ്ങനെയാണ്
നോക്കിക്കാണോ? എന്റെ കംപ്ലീറ്റ് നോക്കിക്കാണാണ്. ഞാൻ കഴിഞ്ഞ തവണത്തെ പ്രവചനങ്ങൾ നിർത്തി. കാരണം ഞാൻ ലാൻഡ് സ്ലൈഡ് വിക്ടറി UDF അല്ല പറഞ്ഞ ഞാൻ എന്റെ കാര്യം പറഞ്ഞാണ്. ഞാൻ തോക്കുമെന്ന് ആരും പറഞ്ഞില്ല, ഒരു സർവേയും പറഞ്ഞില്ല, ഞാനും പ്രതീക്ഷിച്ചില്ല, മണ്ഡലത്തിലെ ആരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അവസാനം ഫലം വന്നപ്പോൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് പ്രവചനങ്ങൾ നിർത്തി. പക്ഷെ കേരള രാഷ്ട്രീയം അനലൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാല ഇളവിൽ നടന്ന ബൈ ഇലക്ഷൻസ് ജയിച്ചു എന്നല്ല, അതിന്റെ ഒരു ഭയങ്കര മെജോറിറ്റി, ജയിച്ചതിന്റെ മെജോറിറ്റി നമ്പർ നോക്കുമ്പോൾ തന്നെ എത്രത്തോളം ഗവൺമെന്റിനെതിരെ ആങ്കർ ഉണ്ടാകും. രണ്ടാമത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും CPM ഒരു എഡ്ജുള്ളതാണ്, LDF ഒരു എഡ്ജുള്ളതാണ്. ഏത് തെരഞ്ഞെടുപ്പ് വരുന്നാലും 55 to 60% സീറ്റ്സ് LDF ജയിക്കുന്നത്. അവിടെ നേരെ തിരിഞ്ഞു 60% കൂടുതൽ UDF കിട്ടി എന്ന് പറയുമ്പോൾ അത് വളരെ ക്ലിയർ ആന്റി ഇൻകംബൻസിയാണ്. അത് കറക്റ്റ് ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്ക് സമയമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് UDF ഒരു വലിയ അനുകൂലമായ ഒരു തരംഗമുണ്ട് ഞങ്ങൾ വിലയിരുത്തും. പക്ഷെ ഈ NDAയുടെ പ്രസൻസ് ഇപ്പോ ഭയങ്കര അതിപ്പോ പണ്ട് ഒരു 2 പേര് തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. ഇന്നൊരു സ്ട്രോങ് ത്രികോണ മത്സരമല്ല പലയിടത്തുള്ളത്. അത് പറഞ്ഞ പോലെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ BJP ജയിച്ചു. അത് പ്രത്യേക സാഹചര്യങ്ങൾ ജയിച്ചു എന്ന് ഒഴിച്ചാൽ പാർലമെന്റ് ഇലക്ഷനേക്കാൾ 4.5% വോട്ട് NDAക്ക് കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആരും കാണുന്നില്ല. പൊളിറ്റിക്സ് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാത്തോട്ടില്ല. 4.5% പാർലമെന്റ് ഇലക്ഷനേക്കാൾ NDAക്ക് വോട്ട് കുറഞ്ഞത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ 2020യേക്കാൾ 0.5% വോട്ട് കുറഞ്ഞു. 0.5%. അന്നേരം അവർക്ക് ഗ്രോയിങ് അല്ല. ആണോ? പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മുടെ വിചാരം ശരിക്കും ലോക്സഭാ ഇലക്ഷൻ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നമുക്ക് നിയമസഭാ ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ലോക്സഭാ ഇലക്ഷൻ എല്ലാവരും വിചാരിക്കുന്നത് കോൺഗ്രസിനെ BJPക്കെതിരെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ അങ്ങോട്ട് കൂട്ടുപോകും. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എപ്പോഴും എൻ്റെ വീടിനടുത്തുള്ള ആൾ, എനിക്ക് പരിചയമുള്ള ആൾ, എൻ്റെ സ്ട്രീറ്റിൽ വെട്ടമിടുന്ന ആൾ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും മിക്കവാറും ഇലക്ഷൻ്റെ റിസൾട്ടിനെ അങ്ങനെ ആയിരിക്കും ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അതാണ് പ്രാദേശിക വിഷയങ്ങളും ബന്ധുത്വവും എല്ലാമാണെന്ന് പറഞ്ഞാലും ഒരു ബൂത്തിൽ കേരളത്തിൽ ഒരു 50 പേര് ഒരു വാർഡ് പൊളിറ്റിക്സ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് ഈ സിഗ്നിഫിക്കന്റ് നമ്പർ മാറ്റുന്നത്. അതാണ് 20,000 ബൂത്തുകൾ വാർഡുകളുണ്ട്. 50 പേരെന്ന് പറഞ്ഞാൽ 10 ലക്ഷം പേര് മാറി ചിന്തിച്ചു. അതല്ലേ പൊളിറ്റിക്സ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ ഡെമോക്രസീനെ ഇവിടെ നിലനിർത്തണേ. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ഒരു ഫെയർ ആയ സംഭവമാണ്. അതായത് ഞാൻ പാരമ്പര്യമായിട്ട് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണേ, ആര് വന്നാലും ഞാൻ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് അത് ശരിക്കും ഡെമോക്രസിക്ക് ഒരു അല്ല. നമ്മൾ വളരെ ശാലോ ആണ്. ഞാൻ പറഞ്ഞ ഐഡിയോളജിക്കൽ ബേസ് നഷ്ടപ്പെട്ടിട്ട് ഇത് കുറച്ചു പേരുടെ ഒരു കൂട്ടായ്മ, ഇതെന്താണെങ്കിലും അവരുടെ ഒരു ജീവിതം ഇതാണ്, അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അത് മാറണം. ഓരോ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നമുക്കിവിടെ വിഷയങ്ങളുണ്ടാകണം. പക്ഷെ അതൊക്കെ ഞാൻ നമ്മുടെ ഒരു ഇന്നത്തെ ഡിസ്കഷന്റെ പരിധി കൊണ്ടുവരേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പിള്ളേർ അറിയേണ്ട കാര്യമല്ല. അല്ലല്ല, വലിയ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. നിന്നൊക്കെ ഇനി പിള്ളേരെന്ന് പറയാൻ പറ്റൂല. അനീസ് നല്ല പ്രായമുണ്ട്. ഈ നേതൃത്വം പറയുന്നത് നുണയാന്ന് അറിഞ്ഞിട്ടും അത് ഡിഫെൻഡ് ചെയ്യേണ്ട അത് വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് അത് ഫാസിസ്റ്റ് മനോഭാവമാണ്. അറ്റ്വസ് ഫാസിസം. ഹിറ്റ്ലർ ചെയ്തെല്ലാം ശരിയാണ്, ഹീ ക്യാൻ ഡു നോ റോങ് എന്ന് പറഞ്ഞത് അത് തന്നെ സ്റ്റാലിൻ അവിടെ ചെയ്തു. അതിന്റെ ആവർത്തനമല്ല പൊളിറ്റിക്സിൽ വേണ്ടത്. പക്ഷേ വേൾഡ് ഓവർ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രീം റൈറ്റിന്റെ ഒരു മുന്നേറ്റം അല്ലേ കാണുന്നത്. ട്രംപ് തുടങ്ങി എല്ലാവരും അതെല്ലാം ഒരു കോമൺ ഇതായിട്ട് അനുകരിക്കുന്നതാണ്. ശരിയാ. രാഷ്ട്രീയത്തിന് ഒരു ബ്രേക്ക് ഇട്ടിട്ട് സാധാരണ ചോദിച്ചു, സാധാരണ രാഷ്ട്രീയക്കാര് വെള്ളയിടുന്നിടത്ത് സാറിന്റെ ഷർട്ടിൽ ഇവിടെ ടോമാഞ്ചേരി വന്നു. അത് ക്യാമറയിൽ വന്നായിരുന്നു. സാർ കൈയൊന്ന് മാറ്റോ, സാർ ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ടെന്ന് കാണാം. ഇങ്ങോട്ട് വന്നല്ലേ നിങ്ങളുമായിട്ട് ജനറേഷൻ നെക്സ്റ്റ് അല്ലേ. അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളാ ജനറേഷനായി ടോമാഞ്ചേരി ഇതൊക്കെ മാറി. ആ പിള്ളേരൊക്കെ വേറെ എന്തൊക്കെയാ കാണുന്നതെന്ന്. ഇങ്ങനെയുള്ള കാർട്ടൂൺസ് ഇപ്പൊ കുട്ടികൾ കാണുന്നുണ്ടാവോ? ഞാൻ കാണുന്നുണ്ട്. ശരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വന്ന് വീട്ടിലെ ബ്രദറിന്റെ കുട്ടികളുണ്ട്, അവർക്ക് ഇഷ്ടമല്ല ഇത്. അവർ വേറെന്തോ കാണുന്നത് നമുക്ക് ആശയമില്ല. സാർ ആശയം മാറിയിട്ടില്ല. അല്ല നമുക്കുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, 82 ഏഷ്യൻ ഗെയിംസ് ഇന്ത്യ വന്നതോടാണ് കേരളത്തിലൊക്കെ ടെലിവിഷൻ വന്നത്.
മറ്റേ ഡൽഹി മെട്രോസിൽ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിലേക്കൊക്കെ ടി വി വന്നത് 82 ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ് ടി വി വന്നത്. അന്നാണ് ഞങ്ങളൊക്കെ ടി വി കാണുന്നതും അന്ന് ആദ്യം കാണുന്ന അന്ന് അവൈലബിൾ ആയിട്ട് അന്ന് എന്താ പറയുന്നത് അന്ന് VCD അല്ലല്ലോ വേറെ ഒരു വീഡിയോ കാസറ്റ് ഇഷ്ടം പോലെ ഇറങ്ങുന്നത് അത് ടോം ആൻഡ് ജെറി അടക്കമുള്ള കാര്യങ്ങളാണ്. അന്ന് കണ്ട് ശീലിച്ചതാണ്. ഇപ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലെങ്കിൽ മറ്റൊന്നും വാച്ച് ചെയ്യാനില്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഞാനിത് കാണും, ഞാൻ ചിരിക്കും, അത് എൻജോയ് ചെയ്തു. സാറിന് അങ്ങനെ ഒരു മറ്റേ ലൈറ്റ് മുഖം ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് അറിയാമോ? സാർ പൊളിറ്റീഷ്യൻ ആയിട്ടാണോ? എന്നെ ഒരു വളരെ ടഫി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് ഈ ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കും, വളരെ വാചാലമാകാൻ സംസാരിക്കും, ഒരു ടോപ്പിക് ഉണ്ട്, കോൺവെർസേഷൻ ടോപ്പിക് ഉണ്ട്. അല്ലാതെ പെട്ടെന്ന് ഒരു ക്രൗഡിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കൊച്ചു വർത്താനം പറഞ്ഞ് പൊളിറ്റിക്സിൽ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് എനിക്കറിയാം. ഒരു പരിചയമില്ലാത്തവർ തന്നെ നല്ല കൊച്ചു വർത്താനം പറഞ്ഞ് ഇതെടുക്കുന്നത് അതെനിക്ക് വശമില്ല. അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് വളരെ ഗൗരവക്കാരനാണ് എന്നൊക്കെ ഉള്ള ഇതുണ്ട്. എന്റെ മനസ്സിലൊക്കെ കിടക്കുന്ന ഇമേജ് മറ്റേ നിയമസഭയിൽ പ്രശ്നം നടക്കുമ്പോൾ സാറിങ്ങനെ വന്നിട്ട് കടക്കണ്ട, കടക്ക് പുറത്തുനിന്നുള്ള ട്രെൻഡിങ് നടക്കുക, നീ ഇങ്ങോട്ട് കടക്കണ്ട എന്ന് പറഞ്ഞ് MLAക്ക് കുറുകെ നിൽക്കുന്ന എന്റെ മനസ്സിലുള്ള ഇമേജ് അതാണല്ലോ. പക്ഷെ വേറെ അതിലും ആ MLA ആയിട്ടൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ബിജിമോൾ MLA ആണ് സാറ്. സൗഹൃദം പ്രതിപക്ഷത്തായിരുന്നല്ലോ, ഞാൻ മന്ത്രിയായിരിക്കും പല എപ്പോഴും സൗഹൃദം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിജിമോളില് ഓടി വരുന്ന കണ്ട ജീവനം കൊണ്ട് എതിരേക്കുന്നവർ ഓടേണ്ടിയാണ്. പക്ഷെ ഞാനവിടെ കൈ പിടിച്ച് നിന്ന് ഒരു കോൺഫിഡൻസ് പറഞ്ഞ പോലെ തന്നെ അവരവിടെ വന്ന് അങ്ങ് നിന്നു. രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഒരു തള്ളി എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, തള്ളരുത് ബിജിമോള് പിന്നെ പരസ്യമായി എന്ന് പറഞ്ഞത് തല്ലരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് തള്ളരുതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അന്നേരത്തെ ഒരു ഇതിലങ്ങ് നടക്കുന്നതാണ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അപ്പുറത്തോട്ട് പോകത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ബിജിമോൾ MLA ആയിട്ട് സൗഹൃദം ഇപ്പോഴും ഉണ്ടോ? അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളില്ല. അല്ല, ഞാൻ പറഞ്ഞ പ്രതിപക്ഷവും പറഞ്ഞു, എൻ്റെ ഫാറിന്റെ കാലം പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ ശ്രമിച്ച 5 വർഷക്കാലം സഭയിൽ വരുന്നവരുമായിട്ട് ഒരു സൗഹൃദം, അത് പ്രതിപക്ഷമൊന്നും നോക്കിയിട്ടല്ല, ഒരു വ്യക്തിപരമായ വിരോധം എന്നുള്ളതല്ല, സൗഹൃദം പുലർത്തുക. അങ്ങനെ പലരുമായിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എപ്പോഴും സംസാരിക്കുന്ന പല കാര്യങ്ങൾക്കും സമീപിക്കുന്ന ഒരു MLA ആയിരുന്നു ബിജിമോൾ. അതായിരുന്നു ഞാൻ ഉദ്ദേശം. സാറിന് ഇപ്പോഴത്തെ മിനിസ്ട്രിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മിനിസ്റ്റർ ആരാണ്? അങ്ങനെ പറയണമെങ്കിൽ അത് പറയേണ്ടി വരും. അല്ലല്ല, പൊളിറ്റിക്സിലെ ഏറ്റവും അസൂയുള്ള ഒരു മേഖലയാണ്. ഞാനിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ് പുള്ളിക്കെതിരെ ബാക്കി 20 വരെ കൊണ്ടുവരേണ്ട കാര്യം കൊണ്ടുവന്നേ ചുമ്മാ ബാക്കി 20 വരെ അതിന് കൊണ്ടുവരണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വളരെ പരിഹാസപാത്രമായി എല്ലാവരും ചിത്രീകരിക്കുന്ന ഒരു മന്ത്രി ശിവൻകുട്ടിയാണ്. പക്ഷെ ഞാൻ ദൂരെ നോക്കുമ്പോൾ എന്തെങ്കിലും ആ വകുപ്പിനെ കുറിച്ച്, തൻ്റെ സ്വന്തം വകുപ്പിനെ കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഞാൻ കാണുന്നത് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അത് ശിവൻകുട്ടിയാണ് ഞാൻ കാണുന്നത്. ഒരാളെ പറയാൻ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞ പേര് വി ശിവൻകുട്ടി. നമ്മുടെ എഡ്യൂക്കേഷൻ ഈയിടെയായിട്ട് മണ്ഡലങ്ങൾ കുറെ പറയുന്നുണ്ട്, അത് വേറെ കാര്യം. ഞാനൊരു വകുപ്പിനെ കുറിച്ചുള്ള ഗ്രാഹ്യവും പ്രവർത്തനമാണ് ഞാൻ ആസ് എ പൊളിറ്റീഷ്യൻ അതുകൂടെ പറയണമല്ലോ. അല്ല, നമ്മുടെ ഗതാഗതം വകുപ്പ് സാറിന്റെ ഫ്രണ്ട് ഗണേഷ് കുമാർ. ശരിക്കും നിങ്ങൾ സുഹൃത്തുക്കളല്ലേ? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അന്ന് ഞാനാണ് മീഡിയേറ്റ് ചെയ്ത്, ഞാനും അന്നത്തെ CM ഉമ്മൻചാണ്ടി, ഞങ്ങൾ രണ്ടുപേരാണ് അത് രക്ഷിക്കാൻ നോക്കിയത്. പക്ഷെ രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചിട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല. അന്ന് മുതൽ അദ്ദേഹത്തിന് എന്നോടും ഉമ്മൻചാണ്ടിയോടും എല്ലാം ഭയങ്കരമായ ശത്രുത മനസ്സിൽ രൂപപ്പെട്ടു. എന്ന് പറഞ്ഞ് എനിക്ക് ഗണേശന്റെ എതിരാളിയല്ല, എനിക്കങ്ങനെ ഒരു ശത്രുത തോന്നിയ കാര്യമില്ല. പൊളിറ്റിക്കലി അതിന് ശേഷം ഉണ്ടായി. അതല്ലല്ലോ ചോദിച്ചാൽ ഞാൻ അതിനൊന്നും ഈ വേദിയിൽ മറുപടി പറയുന്നില്ല. പക്ഷേ നമുക്കൊക്കെ ഈ തള്ള് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇപ്പൊ ഒരാള് KSRTCയുടെ സൗകര്യം കണ്ട് കാറ് വിറ്റ് ഇപ്പൊ KSRTCയിലെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത് അല്പം അങ്ങോട്ട് ദഹിക്കാനൊരു അത്ര കയറ്റി വെച്ചാൽ ഇത്രയെങ്കിലും ആൾക്കാർ വിശ്വസിക്കണം. അത് അല്പം
ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാൻ. പണ്ട് അത് സാർ ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കും ന്യൂയോർക്കിൽ നിന്ന് വിളിച്ച് കുറച്ച് മാസ്ക് അങ്ങോട്ട് കൊടുത്തു വിടണേ എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അല്ല അങ്ങനെ നോക്കി അതിനേക്കാൾ വലുതാണ് എൻ്റെ ഭാര്യ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇനി പ്രസവിക്കണം എന്ന്. അതല്ലേ ഏറ്റവും വലുത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അതൊക്കെ കുറച്ച് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അങ്ങനെ ബ്രാഗ് ചെയ്യണം എന്നുള്ളൊരു ട്രെൻഡായി മാറിയത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമില്ല സാർ. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇത് യൂത്തിലേക്ക് ഡയറക്റ്റ് ഒരു പെനിട്രേഷൻ ഒരു സംഭവമല്ല. അതായത് ഭയങ്കര നമ്മൾ ചെയ്യുന്ന ഞാൻ വ്യത്യസ്തമായി കാണുന്നു. ഇന്നത്തെ യൂത്ത് ഇങ്ങനെയുള്ള ഗിമ്മിക്സ് അവർക്ക് അവരുടെ ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ട്, അവർക്ക് അനലൈസേഷൻ പവർ ഉണ്ട്. ഇങ്ങനൊരിത് പറയുന്നതിന്റെ യുക്തി അവർക്ക്. ഇന്നലെ ഗോവിന്ദമാഷിന്റെ ഒരു പ്രസ്താവന, ഇനി കേരളത്തിൽ പാവപ്പെട്ടവരുണ്ടാകത്തില്ല ഒരു ടേമോട് ഗോവിന്ദമാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലാവാറില്ല. അല്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞ ഇനി ഒരു ടേമോട് വന്നാൽ കേരളത്തിൽ പാവപ്പെട്ടവരുണ്ടല്ലോ. ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ പോസ്റ്റ് ഇട്ട്. കാരണം ഒന്നുമില്ല, ഉള്ളവരെല്ലാം ചത്തുപോകും, പട്ടിണി ചേർന്ന് ചത്തുപോകും, മരിച്ചു പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവരുണ്ടാകത്തില്ല. അല്ല, നമുക്ക് ഈ ഒരു പുതിയ ജനറേഷൻ ഇതൊക്കെ അനലൈസ് ചെയ്യുന്നു എന്നുള്ള ചിന്താഗതിയോടുകൂടി വേണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ നല്ല പ്രവർത്തനം സോഷ്യൽ മീഡിയ വഴി എത്തിക്കണം എന്നൊന്നും ഒരു തർക്കവുമില്ല, എത്തിക്കണം. എന്നിട്ട് ലെറ്റ് ദം ഡിസൈഡ് ഏതാണെന്നുള്ളത്. ഞാൻ സംഭവമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കാര്യമില്ലല്ലോ. ലെറ്റ് ദം ഡിസൈഡ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പോലെ തന്നെ ഇപ്പുറത്തെ UDF-ന്റെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ ഇഷ്യൂസിലേക്ക്, അല്ലെങ്കിൽ തുടർച്ചയായി 2 വർഷം രണ്ട് ടേം LDF ഭരണത്തിലേക്ക് എത്തുന്നത് സത്യത്തിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ലേ? അതൊന്നുമല്ല. കോവിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, നമുക്ക് നമ്മൾ വിദൂര സ്വപ്നത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കില്ല? എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലല്ല, എൻ്റെ ജീവിതത്തിൽ 16 ദിവസം ഞാൻ വീട്ടിൽ തന്നെ, ആദ്യത്തെ 16 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അത് ആദ്യത്തെ സംഭവം. 17ാമത്തെ ദിവസം മുതൽ ഞാൻ അവിടെ പോയി തുടങ്ങി. അവിടെ പോയിട്ട് വരും, പോലീസുകാർ പെർമിറ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ. എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ആകെ ആശ്രയിക്കുന്ന സോഴ്സ് എന്താണ്? വൈകിട്ട് CM വന്ന് തലേന്നത്തെ കണക്ക് പറയും, ഇത്ര പേര് മരിച്ചു, ഇത്ര പേർക്ക് ഇതുണ്ടായി. എന്നിട്ട് വളരെ യൂണിലാറ്ററൽ പൊളിറ്റിക്സ് ആണ് അവിടെ വന്നത്. ഏകപക്ഷീയമായ രാഷ്ട്രീയം പറയുന്നു. തിരിച്ച് പറയാനുള്ള വേദിയില്ല. ഇത് കള്ളത്തരമാണെന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കത്തില്ല. ബിക്കോസ് അന്ന് നമ്മൾ ഡിപ്പെൻഡന്റ്, വേറെ ആരും ഇല്ല നമുക്ക് ആശ്രയിക്കാൻ. അല്ല, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളതിന് ഇത് പറയാൻ നിൽക്കാൻ പറ്റിയൊരു സമയമല്ല. അവിടെയാണ് പറ്റിയത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനത്തെ നമ്മൾ ആശ്രയിക്കുകയാണ്. കുടുംബസമേതം വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്ന് വൈകിട്ട് TV കാണുന്ന ഒരു സാഹചര്യം. അവിടെ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ വൈകിട്ട് 6 മണിക്കുള്ള മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അതിനാശ്രയിക്കുന്നു. പക്ഷേ ഏകപക്ഷീയമായ പൊളിറ്റിക്സ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മാർച്ച് 25-നൊക്കെയാണ് ലോക്ക്ഡൗൺ വന്നത്. മാർച്ച് 8-ന് എന്തോ ആയിരുന്നു അന്ന് ആറ്റുകാൽ പൊങ്കാല. അന്നൊരു ഇടുക്കിയിലെ ഒരു കോൺഗ്രസ് പൊതുപ്രവർത്തകൻ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം തിരുവനന്തപുരത്ത് എൻ്റെ അന്നോ തലേന്നോ വന്നിട്ട് പോയി. 25-ന് ലോക്ക്ഡൗൺ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പറയുന്നത് ഇയാൾ വന്ന് എല്ലായിടത്തും പരത്തിയെന്നാണ്. അത് തിരിച്ച് കൗണ്ടർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ ലോക്ക്ഡൌണിന് 2 ആഴ്ച മുമ്പ് കേരളത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച കൂട്ടത്തിൽ പുള്ളിയും സഞ്ചരിച്ചു. പക്ഷെ അങ്ങനെയുള്ള ഓരോ ഇത് വരികയും അതിനെതിരെ പറയാൻ എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞാൽ ജനങ്ങൾ ഇവരൊക്കെ, നമ്മളൊരു സമൂഹത്തിന്റെ അന്നത്തെ ചിന്താഗതി നിങ്ങൾ ചിന്തിക്കേണ്ടില്ല. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഭർത്താവിനെ വീട്ടിൽ കയറ്റാതെ ഗേറ്റടച്ചിട്ട ഒരു സമൂഹമായി എന്ന് മാറിയതാണ്. അവരന്നേരം ഭയങ്കരമായിട്ട് ആശ്രയിച്ചത് ഗവൺമെന്റിനെയാണ്. ഗവൺമെന്റ് അത് ശരിക്കും പ്രയോജനപ്പെടുത്തി. പെൻഷൻ 4 തവണ ആ വർഷം വർദ്ധിപ്പിച്ചു. ഇലക്ഷൻ ഇയറിൽ എല്ലാ മാസവും കിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. പാവപ്പെട്ടവനെ സഹായിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് ആ ദിവസം തന്നെ കിറ്റെല്ലാം നിർത്തി. പക്ഷെ അന്നത് ഫലപ്രദമായി അവർ പ്ലേ ചെയ്തുകൊണ്ട് തന്നെയാണ് തുടർഭരണം എന്നുള്ളതായത്. കോവിഡിനാണ് അതിൻ്റെ സിറ്റുവേഷനാണ് നമ്മുടെയൊക്കെ മനസ്സിനെ മാറ്റിയത്. നിലവിൽ ആ സിറ്റുവേഷൻ മാറിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലോ കാണുന്നതും ഒക്കെ തുടർച്ചയായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞാൻ മനഃപൂർവ്വം പറഞ്ഞില്ല, നിങ്ങൾ പറയുന്നത് കേന്ദ്രത്തിനെ കുറിച്ചാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് 1 by 1 ആയിട്ടുള്ളത് കേരള ചരിത്രത്തിൽ ഇങ്ങനെ എല്ലാ ഇതിലും ജയിച്ചു വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് there is anger, ആന്റി ഇൻകംബൻസി ഉണ്ട്. അത് ഓരോ ദിവസം കഴിയുന്നതോറും ആക്കം കൂട്ടുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇടയ്ക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് റെഫർ ചെയ്ത് പോയല്ലോ. ശരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ മന്ത്രിസഭയിലായിരുന്നല്ലോ മിനിസ്റ്ററായിട്ടിരുന്നത്. സാറിനെ പറ്റിയുള്ള എന്തെങ്കിലും നമുക്ക്? എനിക്ക് ഇതിനേക്കാൾ ഒരു ട്രെയിനിങ് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ കിട്ടാനില്ല. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തോടൊപ്പം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കാനായിരുന്നു. അദ്ദേഹം ഇത്രയും വർഷം മന്ത്രിയായിട്ടുണ്ട്. എൻ്റെ കൊച്ചിലെ എന്താ പുള്ളിയുടെ ഓഫീസിൽ ഒരു തവണ പോയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പോയി, അല്ലാതെ ഓഫീസിൽ പോലും പോയിട്ടില്ല. അങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഉള്ള എനിക്ക് ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽ ഇരിക്കാൻ പറ്റിയത് ഭയങ്കരമായ ഒരു ട്രെയിനിങ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത്, ഒരു ജീവിതം അതിനുവേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനം, പാവപ്പെട്ടവന് വേണ്ടി എങ്ങനെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഏത് അതിസമ്പന്നനായിക്കോട്ടെ വന്നൊരു പ്രശ്നം പറഞ്ഞാൽ ജനുവിനാണെങ്കിൽ അന്നേരം പുള്ളിയിൽ ഇടപെടും. പുള്ളിയുടെ വളരെ ഓർമ്മ മരിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് അവസാനം ഒരു ശുപാർശ വന്നു. മരിക്കുന്നതിൻ്റെ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ്. ശബ്ദം ഒട്ടുമില്ല. രാവിലെ വിളിക്കുന്നു, ഞാൻ കൊല്ലത്താണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ശിവു വളരെ എനിക്ക് ഫീബിളാണ്, കേൾക്കാൻ പറ്റുന്നില്ല, പുതുപ്പള്ളിയിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് വരുന്നുണ്ട്, അതൊന്നും ചെയ്തു കൊടുക്കണേ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഈ വാലിബൻ സിനിമ എടുത്ത സമയമാണ്, എടുത്തതിൻ്റെ തീരാറായ സമയമാണ്. അങ്ങനെ കുറേ പേര് വരുന്നു. വരുന്നവരുടെ ഡിമാൻഡ് എന്താ? ഞാൻ വിജയുടെ ഒരു ഡേറ്റ് വാങ്ങിച്ചു കൊടുക്കണം. വിജയ് പുതുപ്പള്ളിക്കാർക്കാർക്കോ സിനിമ എടുക്കണം. എന്നാൽ ഞാൻ സിനിമ എടുത്തത് കൊണ്ട് എനിക്ക് ഇതിനൊക്കെ കോണ്ടാക്ട്സ് ഉണ്ട്. ഉമ്മൻചാണ്ടിയെ ചെന്ന് കണ്ടു, ഉമ്മൻചാണ്ടി വിളിച്ച് പറയുകയാണ് ഞാൻ. എന്നിട്ട് പുള്ളി ഇത് പറയുന്നില്ല, ഇവർ വന്ന ആവശ്യം പറയുന്നു. 3 തവണ അത് കഴിഞ്ഞ് എന്നെ ഫോളോ അപ്പ് പുള്ളി ചെയ്ത്, എന്തെങ്കിലും നടക്കൂ, വന്ന് കണ്ടോ. അതാണ് പുള്ളി. എന്നാൽ ചുമ്മാ അവരെ പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വിടുന്നതല്ല. പുള്ളി വീണ്ടും എന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, 3 തവണ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ചെയ്തു കൊടുക്കില്ല എന്നുള്ള, അതാണ് മുന്നിൽ. എന്നിട്ട് വിജയെ വിളിച്ചോ? ഞാനിവിടെ പോട്ടെ. VS സഖാവിന്റെ നിയമസഭ 2001 അല്ല, അന്ന് UDF തന്നെയല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്. സാർ ആദ്യം MLA ആകുമ്പോൾ UDF തന്നെയല്ലേ? എനിക്ക് അങ്ങനെ ഒരു പ്രതിപക്ഷത്തിരിക്കാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതൊരു പൊളിറ്റീഷ്യനും ആഗ്രഹിക്കുന്നതാണത്. പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ജയിച്ച 2 തവണ UDF ഗവൺമെന്റ് തന്നെയാണ്. അച്യുതാനന്ദൻ സാറുമായിട്ട് പേഴ്സണലി പരിചയം? പേഴ്സണലി പരിചയമുണ്ടായിരുന്നു. നമ്മൾ റെസ്പെക്റ്റോടുകൂടി കാണുന്ന ആളാണ്. പക്ഷെ അങ്ങനെ വലിയൊരു അടുപ്പമൊന്നും പുള്ളി ആരുമായിട്ടും അങ്ങനെ, പുള്ളിയുടെ ഒരു ശരീരഭാഷ വളരെ വ്യത്യസ്തമായിരുന്നില്ല. ആ സമയത്ത് മറ്റു പലരുമായിട്ട് കോടിയേരിയായിട്ട് നല്ല ബന്ധമായിരുന്നു. ബാക്കി പ്രതിപക്ഷത്തുള്ള VS അങ്ങനെ നമുക്കുള്ള റെസ്പെക്റ്റോടുകൂടി കാണുന്ന നേതാക്കളാണ്. സാറിന്റെ മക്കൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അവരെന്ത് ചെയ്യുന്നു? ഇല്ല. അവർ പ്രൊഫഷണൽ, അവർ 2 ബിസിനസ്സാണ്. മൂത്തവനാണ് സിനിമയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവനിപ്പോൾ ഏതോ ഒരെണ്ണോട് ചെയ്തിട്ടുണ്ട്. ടിനു പാപ്പച്ചൻ്റെ ഒരു പടം അവനും വേറെ ഒരു ആളും കൂടെ ചേർന്ന്. അപ്പൊ നമ്മൾ പ്രൊഫൈൽ കൊടുക്കേണ്ടത് മോന്റെ കയ്യിലാണ് ഞങ്ങളുടെ. ജോൺ ജോയ്ക്ക് ഒരു സീറ്റ് സീറ്റ് അനൗൺസ്മെന്റ് ആയോ? അത് ഞാൻ ചോദിക്കാൻ മറന്നു. ഇത്തവണത്തെ എന്താ സിറ്റുവേഷൻ? അല്ല, സീറ്റ് ഇപ്പം വരുന്ന 1-2 ആഴ്ചയ്ക്കകം തീരുമാനിക്കും. പക്ഷെ ഞാനൊരു പാർട്ടി സെക്രട്ടറി എന്നുള്ളതിൽ എൻ്റെ പാർട്ടി തീരുമാനിക്കാതെ ഞാൻ മത്സരിക്കും എന്നുള്ളത് പറയാൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. സാറ് ഞാൻ ചവറയാണ് താല്പര്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. പാർട്ടി ഫോർമലി തീരുമാനിച്ച് പാർട്ടി ഡിക്ലെയർ ചെയ്യും. അന്നേ എനിക്ക് ഡിക്ലെയർ ചെയ്യാനുള്ളത്. അപ്പൊ സാറ് ജയിച്ചിട്ട് ഒരു മന്ത്രി ആവട്ടെ, കലാകായകൻ തന്നെ സാർ എടുക്കുക. എന്നിട്ട് ഈ കലയിൽ സ്റ്റാൻഡപ്പ് കോമഡീനെ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഇവർക്കൊക്കെ എന്തെങ്കിലും കൊടുത്താൽ എനിക്ക് പെൻഷനോ എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച്, ഈ അവസ്ഥ കലാകാരന്മാരുടെ പെൻഷൻ കിട്ടാൻ എന്താ ചെയ്യുന്നത്? അതിനാദ്യം കലാകാരനാണോ, എന്നിട്ട് അവശത കാരണം അവശതയുണ്ട്. കലാകാരൻ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ഭയങ്കര സ്പേസ് അല്ലേ? എന്തോ ആൾക്കാർക്ക് വേണ്ട. നിങ്ങളുടെ കോമഡി പോലെ ആളിരിക്കേണ്ടിടത്താണ് സ്പേസ് അല്ലേ? ഇരിക്കാനും ഇല്ല. അല്ല, ഞാനങ്ങനെ ഇൻസ്റ്റയില് US ബേസ്ഡ് പലതും ഞാനിങ്ങനെ സാറിന് നമ്മളെ കുറച്ച് അയച്ചു കൊടുക്കണം. വാച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര വ്യൂവർഷിപ്പ്, ഭയങ്കര ഓഡിയൻസും ഭയങ്കര ഇതുള്ളത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ VD രായപ്പൻ എന്നൊരു തമാശ കഥാപ്രസംഗം. ഞങ്ങൾ ഇന്നും ഞങ്ങളുടെ ജനറേഷൻ പലപ്പോഴും ഞങ്ങളുടെ ഈ ഫ്രണ്ട്സിന്റെ കോളേജ് ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോൾ ഞങ്ങളൊരു VD രായപ്പനെ അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. ഒരു ജോൺ ജോ ഉണ്ട്, ഒരു മാധവനുണ്ട്, ഒരു അനീസുണ്ട്. അടുത്ത ഗെറ്റ് ടുഗദറിന്
സാർ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ഞങ്ങൾ നോക്കാം, തീർച്ചയായിട്ടും. ഞാൻ സീരിയസ്ലി പറഞ്ഞു, നമ്മൾ വളരെ നോക്കിയിട്ടുണ്ട്. ജയരാജ് വാര്യനെ വന്നു, പുള്ളിയുടെ ഒക്കെ നമുക്ക് അറിയാവുന്ന വേറെ ഒരു ലെവലിലേക്കാണ്. പക്ഷെ നമുക്കൊരു ഒരു ഞങ്ങളുടെ ജനറേഷന്റെ ആസ്വദിക്കുന്ന തമാശകൾ പറയുന്ന സ്റ്റാൻഡപ്പ് അത്ര പഴയത് ഇവിടെ പുതിയത് കൊണ്ട് പഴയത് കൊണ്ടെന്ന് അല്ല, ഇന്ന് ഈ തമാശ പറയണതിന് ഭയങ്കര സാറിന്റെ ഈ പറഞ്ഞ ജനറേഷന്റെ സമയത്ത് നമുക്കൊരു പൊളിറ്റിക്കൽ ലീഡറിനെ കളിയാക്കാം, ഈ സാധനങ്ങളെല്ലാം പറ്റും. ഇന്ന് ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഏറി കയറും. ഞങ്ങൾ പരീക്ഷ നോക്കിയിട്ടില്ല. സാർ അത് എടുക്കുന്നത് കാരണം വന്നപ്പോ തൊട്ട് ഞങ്ങൾ ഇരുന്ന് ചൊറിയുന്നുണ്ടല്ലോ, അത് സാർ അതിന് സെൻസിൽ എടുക്കുന്നുണ്ട്. സാറി പറഞ്ഞ പോലെ ഈ നായനാര് കരുണാകരൻ അവരൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഇതിൽ ഇന്നത്തെ ഇതിൽ കളിയാക്കലോ അല്ലെങ്കിൽ ഇമിറ്റേഷനോ സാധനം വന്നു കഴിഞ്ഞാൽ അത് നയനാരെ പോലെ വേറെ ആള് ഭയങ്കര ശുദ്ധൻ, സഹൃദയൻ, സരസൻ, ഭയങ്കര ഹിമ്മൽ കൂടി കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ ഒരു നേതാവ്. അത് പുള്ളിക്കൊക്കെ. പക്ഷെ ഇതിന്റെ ഈ നർമ്മത്തിന്റെ ഒരു കാര്യമുണ്ടല്ലോ, ഇത് വശമില്ലാത്തവൻ പറഞ്ഞ ഏറ്റവും ചീറ്റി പോകുന്ന കാര്യമാണ്. എന്നെ തന്നെ ചൂണ്ടിയത് പറഞ്ഞു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറുതായിട്ട് രണ്ടാമത് പറഞ്ഞപ്പോ ഇങ്ങനെ ഏറ്റവും ഡേഞ്ചർ എന്ന് പറഞ്ഞപ്പോ നിന്നെ ചൂണ്ടിയത്. അതൊരു ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു ഇതാണ് നർമ്മബോധം എന്നുള്ളത്. സാറ് അപ്പം സ്റ്റാൻഡപ്പ് സാറ് കലാകായിക മിനിസ്റ്റർ ആകുകയാണെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് എന്തെങ്കിലും ചെയ്യും? ഒന്നും ചെയ്യില്ല, നമ്മളെ തുടച്ചു നീക്കും. അല്ലല്ലേ, കിട്ടുന്ന ഓരോ സ്പേസും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കും. സാറ് ലേബർ മിനിസ്റ്റർ ആയിരുന്നു. എനിക്ക് ആ സമയത്ത് നമ്മൾ സാധാരണക്കാരൻ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നോക്കൂലി വിമുക്തമാക്കണം, ഞാൻ ശ്രദ്ധിച്ചൊരു സാധനമാണ് നോക്കൂലി വിമുക്തമാക്കാൻ ജില്ലകൾ, നോക്കൂലി വിമുക്ത ജില്ലകൾ അല്ലേ, അങ്ങനൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതും. അവിടെ ഇപ്പം കഴിഞ്ഞ മാസം എൻ്റെ ഒരു പ്രോജക്റ്റിൽ സാധനം ഇറക്കിയപ്പോഴത്തേക്കിന് ഞാൻ നോക്കൂലി കൊടുക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ അവിടുത്തെ നാട്. അത് തൊഴിലാളികളുടെ പേരിൽ തുടങ്ങിയ ഒരു തെറ്റായ സമ്പ്രദായം. ഒരു കാലഘട്ടത്തിലെ ചിന്താഗതി അവർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്ന അതൊക്കെ മാറി. ഇപ്പൊ കൂടുതലിടത്തും തൊഴിലാളികൾ രജിസ്റ്റേർഡ് ആരുമല്ല, കവലച്ചട്ടമ്പികളായിട്ടുള്ളവർ വന്ന് തടയും, അവർക്ക് കാശ് കൊടുത്തേ പറ്റൂ. ഇതൊരു രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ്, റാൻസം ചോദിക്കുന്ന നിലയിലേക്കുള്ള ഇതാണ്. അത് ഒരു സ്ട്രോങ് ഗവൺമെന്റ് ആണെങ്കിൽ അത് തടയിടാനൊക്കെ. കാരണം ഇത് പിടിച്ചുപറിയാണെങ്കിൽ പിടിച്ചുപറിക്ക് കേസെടുക്കണം. ഇത് തൊഴിൽ ഡിസ്പ്യൂട്ടായിട്ട് അല്ലല്ലോ ഇത് വരുന്നത്. ഈ രാജ്യത്ത് നിയമമുണ്ട്. അവർ ജോലി ചെയ്യുവാണെങ്കിൽ അവർക്ക് പറ്റുന്നതാണെങ്കിൽ, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, അവർക്കുള്ള എക്സ്പെർട്ടീസ് വേറെ ആർക്കുമില്ല. യഥാർത്ഥത്തിൽ ഇവരൊരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി അവരെ തന്നെ അതിന് വിനിയോഗിക്കുകയാണെങ്കിൽ ഒരു വീട് മാറുന്നു. വീട്ടുകാർ സ്വന്തമായിട്ട് ഇത് ചുമന്ന് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ കൊണ്ടുവന്ന എങ്ങനെ? ഇവരെ കൊണ്ടുവരുവാണെങ്കിൽ ഇവർ അരമണിക്കൂറിന്റെ ജോലി ചെയ്യും. പക്ഷേ ഈ ബാർഗൈനിങ് ഉണ്ടല്ലേ, വീട്ടുകാർ കൊടുക്കുന്ന കുറവും ഇവരെ ചോദിക്കുന്ന കൂടുതലും വരുമ്പോഴാണ് പ്രശ്നം. അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാനാണ് ഞാൻ റേറ്റ്സ് പബ്ലിഷ് ചെയ്ത് അത് വെച്ചിട്ടായിരുന്നു അന്ന് ശ്രമിച്ചത്. ആ നിലയിൽ അതുകൊണ്ട് അന്ന് സ്മൂത്തായിട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇത് ചോദിക്കുന്നൊന്നും തൊഴിലാളിയൊന്നും അല്ലെന്ന്. വഴിയെ കൂടെ പോകുന്നവരൊക്കെ വന്ന് ചോദിക്കുകയാണ്, പേടിച്ച ആൾക്കാർ കാശ് കൊടുക്കുകയാണ്. ഇപ്പം ഇത്തവണ UDF വിജയിച്ച് എല്ലായിടത്തുനിന്നും ജയിച്ച് വന്ന് സാറ് MLA ആയി, മന്ത്രിസഭ രൂപീകരിക്കാൻ തർക്കമില്ലാതൊരു മന്ത്രിസഭ രൂപീകരിച്ച് സാറിൻ്റെ ലേബർ മിനിസ്റ്റർ ആയാൽ എല്ലാ ജില്ലകളും നോക്കൂലി വിമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമോ? നമ്മൾ കോട്ടയത്ത് വെള്ളപ്പൊക്കം ഉള്ളത് ഇവിടുന്നേ മുണ്ട് മടക്കിക്കൊണ്ട് പോകേണ്ടിയാണ്. അല്ല, ഞാൻ പറഞ്ഞ അത്രയും ടഫ് കാര്യങ്ങളല്ല. അത് ഇവിടുന്നേ മുണ്ട് മടക്കണ്ടായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ മടക്കിയാ പോലെ. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ RSPയുടെ കൊടി നെഞ്ചത്തിരിക്കും. ശരിക്കും UDF മുന്നോട്ട് വെക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്ത് ലീഡറിനെ ആയിട്ടുണ്ടോ, തീരുമാനമായിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ കോൺഗ്രസിന്റെ രീതിയുണ്ട്. അവർ ബിഫോർ ഇലക്ഷൻ ഒരു സ്റ്റേറ്റിലും ഒരു പ്രഖ്യാപിക്കാറില്ല. ഇലക്ഷൻ കഴിഞ്ഞ് അതൊക്കെ സ്മൂത്ത് ആയിരിക്കും, ഒരു തർക്കമില്ല. എല്ലാ സ്റ്റേറ്റിലും ഇത് തന്നെയാണ്. ഓക്കെ, ഞാൻ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ വിട്ടുപോയി. ഇപ്പോൾ വീണ്ടും ചോദിക്കാം. ശരിക്കും അത് ബാധിക്കില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞാലും ഞാൻ തന്നെ തിരിച്ച് റീഫ്രെയിം ചെയ്ത് ചോദിക്കുകയാണ്. ശരിക്കും കൊല്ലം കോർപ്പറേഷൻ എനിക്ക് തോന്നുന്നു ഒരു 5 ടേമോളം കണ്ടിന്യൂസ്ലി LDF ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ റീസെൻ്റ്ലി ഇത്തവണത്തെ ഇലക്ഷനിൽ തിരിച്ച് UDF വന്നു. ശരിക്കും കൊല്ലം അങ്ങനത്തെ പൊളിറ്റിക്സിലൊക്കെ സാറിൻ്റെതായ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇതിനകത്തൊക്കെ പുറകിൽ? ഞങ്ങൾ എന്താണ് ഒരു വാശിയോടുകൂടി ഒരു ടീമായിട്ട് പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് DCC പ്രസിഡന്റും ഞാനും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിച്ചു. കാരണം കൊല്ലം കോർപ്പറേഷൻ ആദ്യത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് 2000 നടന്നപ്പം തുല്യമായിരുന്നു. UDFന്റെ 2 റിബലിനെ പിടിച്ചിട്ടാണ്, UDFന് മേക്കൈ ഉണ്ടായിരുന്നു, ഭരിക്കാമായിരുന്നു. പക്ഷെ 2 റിബലുകളെ പിടിച്ചിട്ടാണ് LDF ഭരണത്തിലേക്ക് വന്നത്.
അതിനുശേഷം ഒരിക്കലും സീരിയസ് ആയിട്ട് UDF അപ്രോച്ച് ചെയ്തിട്ടില്ല. എപ്പോഴും റിബൽ ശല്യം, ഭയങ്കര വിഷയങ്ങളാണ്. ഇത്തവണ ഞങ്ങൾ നേരത്തെ കൂട്ടി തീരുമാനിച്ച് പ്രശ്നങ്ങൾ ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായിട്ട് അത് എല്ലാ സ്റ്റേജിലും കൂടിയാലോചനകൾ നടന്നു ചെയ്തപ്പോൾ നിങ്ങൾക്കൊക്കെ അവിശ്വസനീയമായ, അല്ലെങ്കിൽ കേരളത്തിൽ ബാക്കി എല്ലാവരും അവിശ്വസനീയമായ ഒരു വിധി എന്ന് പറയുമ്പോഴും ഞങ്ങളൊക്കെ ഡേ 1 മുതൽ അത് പ്രോഗ്രസ് ചെയ്യുന്ന വെച്ച് വി വർ 100% കോൺഫിഡൻറ്റ്. 2-3 സീറ്റിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചു വന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഈ 31 സീറ്റാണ്. ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു, കറക്റ്റ് അനാലിസിസ് ആയിരുന്നു, അല്ലാതെ ചുമ്മാ ഗസ് വർക്ക് അല്ലായിരുന്നു അത്. കാരണം ഞങ്ങൾക്ക് അവിടെ ടീം വർക്ക് നടത്തി കഴിഞ്ഞാൽ ഇതെല്ലാം സാധ്യമാകും എന്നുള്ളതിൻ്റെ തെളിവായിട്ട് തന്നെ കാണും. പൊളിറ്റിക്സ് അല്ലാതെ സാറിൻ്റെ ഹോബികൾ, സാർ നേരത്തെ കാർട്ടൂൺ കാണുന്ന ആളാണെന്ന് പറഞ്ഞു, പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യുക, വേറെ എന്തെങ്കിലും ഹോബികൾ എന്തൊക്കെയാണ് സാർ ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങൾ? എൻ്റെ ജീവിതത്തിൽ ഒത്തിരി റിഗ്രറ്റ്സ് ഉള്ള ഒരാളാണ്. കാരണം എന്നെ കൊച്ചിലെ പാട്ട് പഠിപ്പിക്കുക, എൻ്റെ അമ്മ നല്ലപോലെ പാടും, അമ്മൂമ്മ പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് എന്നെ കൊച്ചിലെ പാട്ട് പഠിപ്പിക്കാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 3-4 ദിവസം ഈ സാരി ഗമ എന്ന് പറഞ്ഞിരുന്ന്, എനിക്കാണെങ്കിൽ അന്ന് യേശുദാസ് പാടുന്ന പോലെ പാടിയേ പറ്റൂന്നുണ്ട്. പിന്നെ പഠിക്കാൻ ഒരാഴ്ച നോക്കിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. അന്നേരം അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ പിന്നീട് വന്നപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും പാടാനല്ല, പാട്ടും ഇതെല്ലാം നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പറ്റുന്ന, മറ്റേ കൂട്ടത്തിലെങ്കിലും പാടുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഈണവും കിട്ടുന്നില്ല, ശ്വാസവും കിട്ടുന്നില്ല, പാടാനും വെക്കുന്നില്ല. ഡാൻസ് പിന്നെ ഞങ്ങളുടെ കൃത്യമായിട്ട് ഞങ്ങളുടെ നേരത്തെ പറഞ്ഞോട്ടെ ഞങ്ങളുടെ ഗെറ്റ് ഉള്ളപ്പോ ഞങ്ങളല്ല ഇപ്പൊ എല്ലാവരും 62 വയസ്സ് കഴിഞ്ഞ് 63ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന കിളവന്മാരാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ലേ? പക്ഷേ ഞങ്ങൾ അവിടെ വരുന്ന 50 പേരെങ്കിൽ 50 പേര് ഞങ്ങൾ അന്ന് ഒരു ദിവസം ഡാൻസ് ചെയ്തിരിക്കും. ഡാൻസ് എന്ന് പറഞ്ഞാൽ തുള്ളലാന്ന് നിങ്ങൾ കണ്ടാൽ മതി. സാറ് ഞങ്ങള് ഒരുമിച്ച് നിയമസഭയിലെ കാര്യം പറയാൻ പോകുന്നത് ഡാൻസ് എന്ന് പറഞ്ഞപ്പോ അത് ഞങ്ങൾ കൃത്യമായിട്ട് സാർ ഈ പറയുന്ന റീസെൻ്റ്ലി ഉള്ള കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഇപ്പോൾ തെരുവുനായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ മനുഷ്യൻ ഒരു ഭാഗമുണ്ടല്ലോ, മൃഗസംരക്ഷണം, പിന്നെ മനുഷ്യരുടെ അവകാശങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ. അപ്പോൾ സാറ് ആ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടമുള്ളത് വൈൽഡ് ലൈഫാണ്. ഞാൻ 4 തവണ ആഫ്രിക്കയിലെ മേജർ സഫാരിക്ക് പോയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക 2 തവണ, പിന്നെ മസായി മാറ, പിന്നെ ശരംകട്ടി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ 3-4 ദിവസം അവിടെ ഇതിനകത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അവിടത്തേക്ക് മോഡൽസ് ഉണ്ടല്ലോ, കൺസർവേഷനും കാര്യങ്ങളും. എന്താണ് നമുക്കിവിടെ പറ്റാത്തത്? ഏത് ആനിമലിൻ്റെ എണ്ണം കൂടുന്നോ അതിനെ കള്ളിങ്ങിനുള്ള ഇതുണ്ട്. ഗവൺമെൻറ് വരുമാനമാണ്. അതിന് ലൈസൻസ് എടുക്കണം, ലൈസൻസിന് കാശ് അങ്ങോട്ട് കൊടുക്കണം. ഇതിൻ്റെ ട്രോഫീസ് കൊണ്ടുവരണമെങ്കിൽ അതിന് വേറെ പണം അടയ്ക്കണം. ഗവൺമെൻറ് വരുമാനമാണ്. അവിടെ ഇത് മിറ്റിഗേറ്റ് ചെയ്ത് മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റ് കുറച്ച് തന്നെ പോകും. പിന്നെ എന്താണ് നമുക്ക് ചെയ്തുകൂടാത്തത്? ഇവിടെ അങ്ങനെ ഉള്ളതിന് പകരം എന്താണെന്ന് എനിക്കറിയില്ല, പട്ടിയെ തെരുവുനായ കൊല്ലലെന്നുള്ളൊരു നിയമം എനിക്ക് എന്ത് വന്നാലും ഞാൻ എൻ്റെ കൊച്ചിലെ പോലെ ഞങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടായിരുന്നതാണ്. പട്ടിയായിരുന്നു, പലപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് വീട്ടിൽ വീണ്ടും ഉണ്ട്. അത് എനിക്കിഷ്ടമാണ് ബട്ട് ഇത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിലയിലേക്ക് കണ്ടിട്ട് ഇൻസെൻസിറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇപ്പൊ വളരെ രസകരമായി. ഇപ്പൊ TV ഞാനിപ്പോ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാമ്പെന്ന് പറഞ്ഞാലുള്ള പേടിയുണ്ടല്ലോ. എനിക്ക് ഭയങ്കര വേറെ ഒന്നിനും അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലല്ല. പാമ്പ് എനിക്ക് ഭയങ്കര പേടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് വാച്ച് ചെയ്യും. ഇപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റേക്ക് റെസ്ക്യൂവിൻ്റെ ഇതാണ്. പക്ഷെ ഇവിടെ ഒരു നാച്ചുറൽ നമ്മുടെ ഒരു എന്താണ് ഒരു പ്രകൃതിയുടെ ഒരു നിയമം ഉണ്ടല്ലോ. പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് തന്നെയായിരുന്നു നമ്മുടെ രീതി. ഇപ്പൊ ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയി ഇവിടുന്ന് പിടിച്ചുകൊണ്ട് അപ്പുറത്ത് കഴിഞ്ഞാൽ ഇത് പെരുകുന്നതും ഇത് വന്ന് കയറുന്നതും എങ്ങനെ കൺട്രോൾ ചെയ്യും? പണ്ട് ഈ രാജാമ്പാലൊക്കെ റയർ സാധനമായിരുന്നു അല്ലേ? അത് വല്ലാതെ പെരുകും. രാജവെമ്പാല പണ്ട് കാടിനോട് ചേർന്നുള്ളതാണ്. രാജവെമ്പാല അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതല്ല. രാജവെമ്പാല കുത്തി രാജ്യത്ത് തന്നെ വളരെ കുറവ് മരണങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. ഞാനിവിടെ വായിച്ചതാണ്. പക്ഷേ നാട്ടിലിറങ്ങുന്ന മൂർഖനും അണലിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എണ്ണം പെരുകയാണ്. ഇതിപ്പോൾ ഒരു പുതിയ ഫാഡ് വന്ന് എല്ലാവരും കൂടി ഇതിനെ റെസ്ക്യൂ ചെയ്യുന്നു, കൊണ്ടുപോയി അപ്പുറത്തെ എവിടെ കൊണ്ടിടുന്നു. ഇത് തിരിച്ചിങ്ങോട്ട് തന്നെ വരത്തില്ലേ?
ഫലപ്രദമായ എന്ത് നടപടി? ഒരു കാഴ്ചപ്പാടും ഇല്ലാതെ പോകുന്നു. പാമ്പിന്റെ എണ്ണം പെരുകുന്നത് നല്ലതാന്നുള്ള അഭിപ്രായം എനിക്കില്ല. പാമ്പിനെ തല്ലിക്കൊല്ലേണ്ടിയാണെങ്കിൽ തല്ലിക്കൊല്ലണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ എന്റെ ആൾക്കാരെല്ലാം കേസെടുക്കണമെന്ന് പറഞ്ഞാൽ എടുത്തോട്ടെ. പക്ഷേ ഇത് എവിടെയും ഇത് അവസാനിക്കണ്ടേ? അതുകൊണ്ട് ഇപ്പം വരുന്ന പണ്ടൊക്കെ നമുക്ക് ഈ പട്ടണത്തിനകത്ത് മാർബിൾ ഇട്ട സ്ഥലത്തൂടെ വരത്തില്ല, അല്ലെങ്കിൽ ഗ്ലേസ് ടൈൽസിൽ കൂടെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ ഇത് കാണുമ്പോൾ അങ്ങനെയുള്ള വീടിനകത്ത് അടുക്കളക്കകത്ത് കയറി ഇരിക്കുകയാണത്. ഇതിന്റെ നമ്പർ ഇങ്ങനെ കൂടുതലേ. അതിന്റെ പ്രൊഡേറ്റേഴ്സിന്റെ ഇതിന്റെ പ്രകൃതിയുടെ നേച്ചറിന്റെ ഒരു ബാലൻസ് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ പ്രൊഡേറ്റേഴ്സിന്റെ എണ്ണം കുറവാണ്. ആ നിലയിലേക്ക് ഇത് വരുമ്പോ ഭയങ്കര ആപൽക്കരം. അത് തന്നെയാണ് ഈ കർഷകർ. ഞാൻ ചോദിച്ചോട്ടെ, വീട്ടുമുറ്റത്തുനിന്ന് കടുവ പുലി വന്ന് ഒരാളെ കൊണ്ടുപോകുന്നു, നമ്മൾ നോക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? ഇതിനോട് എല്ലാ സ്നേഹമുണ്ട്. പക്ഷേ ലോകത്തെവിടെയും ഇപ്പൊ UK ചെന്ന് കഴിഞ്ഞാൽ, ന്യൂസിലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാളുടെ പ്രോപ്പർട്ടിക്കകത്തോട്ട് ഒരു മനുഷ്യൻ അനുവാദമില്ലാതെ കയറിയാൽ വെടിവെക്കാനുള്ള അവകാശമുണ്ട്, ഷൂട്ട് ചെയ്യാം. അതാണ് ലോകത്തെല്ലാം. ഇവിടെ ഒരു മനുഷ്യൻ കയറിയ വെടിവെക്കാൻ അവകാശമുള്ള ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന യഥേഷ്ടം പാവപ്പെട്ട കർഷകന്റെ ഇവിടെ ആന ഇറങ്ങുന്നു, പന്നി ഇറങ്ങുന്നു. പന്നി ഇപ്പം വൈൽഡ് ബോർ അവിടുന്ന് ഇറങ്ങി ഈ നാട്ടിൽ എല്ലാം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ പ്രഥമ ഇത് റെസ്പോൺസിബിലിറ്റി ഭരണഘടന നൽകുന്ന മനുഷ്യനുള്ള ജനങ്ങൾക്കുള്ള ഇതാണ്. അത് മറന്നുകൊണ്ടുള്ള ഇത് ഒരിക്കലും അനുവദിക്കാൻ ഒക്കത്തില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. കുറെ രാജ്യങ്ങളിൽ ഹണ്ടിങ്ങിനൊക്കെ പെർമിഷൻ ഉണ്ടല്ലേ? പിന്നെ പെർമിഷൻ ആഫ്രിക്കയിലെല്ലാം ഉണ്ട്. പക്ഷെ ആഫ്രിക്കയിൽ വേറെ കാര്യമുണ്ട്. ഫാമിൽ വളർത്തുന്ന പന്നീനെ കൊല്ലാൻ കാട്ടുപന്നീനെ എന്താ കൊല്ലാൻ പറ്റാത്തല്ലേ? കാട്ടുപന്നി ഞാൻ ഇതെല്ലാം പറയാം. കാട്ടിനകത്ത് കയറി ഒന്നിനെ കൊന്നുകൂടാ 100%. സ്വന്തം വീട്ടിലേക്ക് ഹണ്ടിങ് പെർമിഷൻ ഉള്ള രാജ്യങ്ങളിൽ കാട്ടിനകത്തും കയറി ചെയ്യാൻ പറ്റത്തില്ലേ? അവര് കാട്ടിനകത്തും കയറി. അത് പക്ഷെ കറക്റ്റ് സ്റ്റഡി അല്ലേ? ഓരോന്നിന്റെ നമ്പേഴ്സ് ഉണ്ട്. ഇത്ര എക്സസ് വരുന്നു, അതിനെ കള്ള് ചെയ്യണം, അതിന് കള്ളിങ്ങിന് ലൈസൻസ് കൊടുക്കും. ഒരു ഇന്ന സീസണിൽ അവർക്ക് അതിന് ലൈസൻസ് കൊടുക്കും. ഈ അറബ്സും ഗൾഫിലുള്ള പലരും ഭയങ്കര എക്സ്പെൻസീവ് ആണത്. പക്ഷെ അവർ ആ പൈസ കൊടുത്ത് അവിടെ ചെന്ന് ദിവസങ്ങളോളം കാട്ടിനകത്ത് താമസിച്ച് അത് ഹണ്ട് ചെയ്യുന്നു. അതിൻ്റെ ട്രോഫീസ് കൊണ്ടുവരണമെങ്കിൽ അതിന് വേറെ പൈസ അടച്ച് അവർക്ക് കൊണ്ടുപോകാനുമുള്ള ഇതുണ്ട്. ആ ഒരു ഇത് കൺസർവേഷൻ കൺസർവേഷനോടൊപ്പം അതൊരു നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? കർഷകനെ കേരളത്തിൽ വളരെ സ്പേസ് കുറവാണ്. ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് തേടിയാണ് ഇവർ ഈ മലയോര പ്രദേശങ്ങളിൽ പോയത്. പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്നവരാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഒബ്ലൈസ്ഡ് അല്ലേ? വൈൽഡ് ലൈഫും മനുഷ്യനും തമ്മിലുള്ള തിൻ ലൈൻ. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം അത് ചെയ്യേണ്ടത് അതൊക്കെ ഇപ്പം നമുക്കത് അതിലേക്ക് കിടക്കണ്ട. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ശരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. മോഹൻലാലിന്റെ അടുത്ത പടം സാറാണെന്ന് റൂമർ ഉണ്ടല്ലോ, ദിലീഷ്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള ടാഗിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പം ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരക്കുള്ള സമയത്തൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വേറെ മറ്റൊന്നിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. ലാലുമായി സൗഹൃദം ഉള്ളതുകൊണ്ട് ചിലപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകനായിരിക്കും അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. സാറിപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്യാറില്ല സിനിമയുടെ? ഇല്ല. സാറിന് മെമ്മറീസ് ഒന്നും പറയാനില്ല ലാലേട്ടനുമായി ബന്ധപ്പെട്ട്? മലയക്കോട്ട വാലിബൻ ഒന്നും പറയാനില്ല? നമുക്ക് എന്തെങ്കിലും ഒരു റീല് കെട്ടിയത് ഇവിടെ? വാലിബൻ ഒരു പടം എങ്ങനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തുള്ളതിനേക്കാൾ അതിൻ്റെ ഒരു മേക്കിങ്ങിലെ ഒരു അപാര സംഭവങ്ങളല്ല. ലിജോ എന്ന ഒരു ജീനിയസ്, അതിൻ്റെ പല പല രസകരമായ അനുഭവങ്ങളുണ്ട്. വാലിബനില് നിങ്ങൾ കണ്ടല്ലോ, കാള വണ്ടിയാണ്. പിന്നെ ലിജോയ്ക്ക് നിർബന്ധമുണ്ട്, സാധാരണ കാളയൊന്നും പറ്റത്തില്ല, വലിയ കാള. രാജസ്ഥാനിലായിരുന്നു ഷൂട്ട്. ഈ പ്രൊഡക്ഷന്റെ ചുമതലയുള്ളവർ രാജസ്ഥാനി മൊത്തം നടന്ന് കാളയെ നോക്കി ഫോട്ടോ അയച്ചു കൊടുക്കും. ലിജോയ്ക്ക് അത് പറ്റത്തില്ല. അവസാനം കാളയെ തപ്പി ഗുജറാത്തിൽ ചെന്നു. ഗുജറാത്തിൽ നിന്ന് 12 കാളയെ കിട്ടി. ഫോട്ടോ അയച്ച് അപ്രൂവ് ചെയ്ത് കൊമ്പൻ അവിടുന്ന് കോൺവോയ് ആയിട്ട് 2 വണ്ടിയിലായിട്ട് ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കാളയെ കൊണ്ടുവരും. അല്ല, അവിടുന്ന് കാളയെ കൊണ്ടുവരണമെങ്കിൽ പെർമിഷൻ, പശുവിനെ കൊണ്ടുകൂടാന്നാ രാജ്യം. കാളയെ കൊണ്ടുവരണമെങ്കിൽ ഹെൽത്തിന്റെ പെർമിഷൻ വേണം, വില്ലേജ് സർപഞ്ചിന്റെ പെർമിഷൻ വേണം, മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. ഇതെല്ലാം നടത്തി 12 കാളയായിട്ട് വണ്ടി ഇങ്ങനെ വരുന്നു.
വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു 100 പേര് അടങ്ങുന്ന ഒരു സംഘം വന്ന് വണ്ടി അടിച്ചു പൊട്ടിച്ച് ഡ്രൈവറിനെ അടിച്ച് കാളെ ഊരിക്കൊണ്ടുപോയി ഗോശാലയെ കൊണ്ട് കെട്ടി. കൗ വിജിലൻസ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ നമ്മുടെ അനുഭവമാണ്. കാളെ കൊണ്ട് ഗോശാലയെ കെട്ടി. പേപ്പറും ഒന്നുമില്ല. പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പേപ്പർ കണ്ട മനസ്സിലാവും. പേപ്പർ വായിക്കാൻ അറിയണ്ടേ? പേപ്പർ വായിക്കാൻ അറിയാവുന്നത് പോലീസ് പരാതി പറയാൻ ചെന്ന് പോലീസ് എന്തോ ചെയ്ത് വണ്ടി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ട്. പോലീസ് പിന്നെ ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അത് എടുത്തുകൊണ്ട് വണ്ടി നമ്മൾ തന്നെ നന്നാക്കി പിന്നെ കാളെ പിന്നെ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുവന്ന് വേറെ വണ്ടി പിടിച്ച് അത് കയറ്റിയാണ് രാജസ്ഥാനിൽ എത്തിച്ചത്. ചുമ്മാ അല്ല ബഡ്ജറ്റ് കയറിയത് അല്ല, പക്ഷെ ഇത് ഉത്തരേന്ത്യയിലെ ഒരു നമ്മൾ ഈ മറുവശം ഇതിന്. എടാ പശുവാണെങ്കിൽ പിന്നെ മനസ്സിലാക്കുക, ഇതെല്ലാ പേപ്പറോടുകൂടി കാളെ കൊണ്ടുപോകുമ്പോഴത്തേക്കിന് നിനക്ക് പശുവിനെയും കളനെയും കണ്ടാ തിരിച്ചറിയില്ലടാ. ഇതൊക്കെ വേറൊരു സംഭവം എന്റെ ഗോമാതാവിന്റെ ഗോഡാടി. പിന്നെ വേറെ ഒരു സംഭവം അവസാനം ഞാനിങ്ങനെ 2-3 ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം ഈ ജിഞ്ചി ഫോർട്ട് എന്ന് പറഞ്ഞ് പോണ്ടിച്ചേരിക്ക് അടുത്തുള്ള ഒരിടത്തായിരുന്നു ലാസ്റ്റ് ഷൂട്ട്. ഞാനൊരു ദിവസം അങ്ങോട്ട് ചെന്ന് രാവിലെ ഞാൻ ചെന്ന് ഇറങ്ങുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ഓട്ടം എല്ലാവരും കൂടെ ഓടുന്നു. എൻ്റെ മോൻ അവിടെ ഉണ്ടായിരുന്നു. അവനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, കടന്തൽ കുത്തിയതാണ്. മോഹമില്ല എല്ലാവരുടെയും വണ്ടി 50-60 വരെ ആശുപത്രി കൊണ്ടുപോണ്ടിരുന്നു കംപ്ലീറ്റ്. എന്താ കാര്യം എന്നറിയാം, ഇത് അവിടുത്തെ ആരോ വന്ന് വീഡിയോ എടുക്കാൻ നോക്കി ഷൂട്ടിൻ്റെ. സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ മൊബൈലിൽ പിടിച്ച് വാങ്ങിച്ച് അത് ഡിലീറ്റ് ചെയ്ത് എടുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുത്തു. ഇവൻ അങ്ങോട്ട് മാറി അവിടെ ഈ കാട് പോലുള്ള സ്ഥലമാണ്, കടന്തൽ കൂടിലേക്ക് കല്ലെടുത്ത് ഷൂട്ടിംഗ് നിർത്തിച്ചു. ഇതൊക്കെ അതിൽ നമ്മുടെ സ്വന്തം മകൻ ഇങ്ങനെ വികൃതമായി വരുമ്പോൾ എന്റെ ഭാഗ്യം എന്താണെന്നറിയാം, ലാല് ഷോട്ടിന് റെഡിയായി ഇറങ്ങുന്നതേ ഉള്ളൂ. ലാല് കാരവനിലായിരുന്നു. ലാൽ ഇറങ്ങിയിരുന്നെങ്കിലുള്ള അവസ്ഥ എല്ലാവർക്കും കൊണ്ട് എല്ലാവർക്കും. ലിജോ ചേട്ടൻ എന്തായാലും ഓർമ്മയില്ലാത്ത സിനിമ അല്ല. സാറിന്റെ ആഗ്രഹം സെറ്റ് വൈൽഡ് ലൈഫ് ആയില്ലേ? അതന്നെ കാള ബി എല്ലാം സാറിന് ഇഷ്ടം വൈൽഡ് ലൈഫ് ആണല്ലോ. ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്തിട്ട് ഇറങ്ങിയാൽ നന്നായിട്ട് ഓടിയാണ്. ഏതായാലും സാറിന്റെ അടുത്ത പടങ്ങൾ ഞങ്ങൾ വരുന്ന എല്ലാവരും ചാൻസ് ചോദിക്കും, സിനിമക്കാരുടെ ചാൻസ് ചോദിക്കും. സാർ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞങ്ങൾ അതാണ് സാർ ആദ്യം പറഞ്ഞത് ഞാൻ സെറ്റിലേക്ക് പോകാറില്ല. എന്റെ ആദ്യത്തെ പടം കഴിഞ്ഞപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പ്രൊഡക്ഷനിൽ നിന്നും എന്റെ മോനും പറഞ്ഞു, അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങോട്ടാരെ വിടല്ലേ, ഞങ്ങൾ സെലക്ട് ചെയ്തോളാം. കാരണം എനിക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നു, പലരുണ്ട്. അവരുടെ മക്കള് സിനിമയിൽ കയറാൻ ആസ്പയർ ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ഓരോരുത്തർ വരും, പൊളിറ്റിക്സിൽ നിൽക്കുന്നതുകൊണ്ട് അല്ലാതെ വല്ലതും വരും. ഞാനെല്ലാം അങ്ങോട്ട് പറഞ്ഞു വിടുവായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യന്റെ സൗണ്ടില് പിള്ളേരെ വിട്ടിട്ട് അവസരം കൊടുക്കണം. ഇവിടെ കാസ്റ്റിംഗിന്റെ കാര്യം ഞങ്ങൾ പോയിക്കോളാം, വേറെ അത് തടഞ്ഞു. മറ്റേ പുതുപ്പള്ളിയിൽ നിന്ന് 3 പേർക്ക് അന്വേഷിച്ചൊക്കെ കൊടുത്താൽ മതി അല്ലെ? വിജയ് അല്ല പരാജയമാണ്, പക്ഷെ കൊടുക്ക. നമുക്കപ്പോൾ സാറിന് ചെയ്യാൻ പറ്റുന്ന 2 കാര്യം ചോദിക്കാം. നിങ്ങളുടെ അടുത്ത ഗെറ്റ് ടുഗദറിന് സാർ ഈ പറഞ്ഞ ബി ഡി രാജപ്പന് പകരം ഇന്നത്തെ കോമഡി ചെയ്യുന്ന ജോൺ ജോ അനീസ് മഹാദേവനെ വിളിച്ച സാർ ഷോ നമുക്ക് നിങ്ങളുടെ കോളേജ് ഗെറ്റ് ടുഗദറിന് ഞാനിപ്പം അവർക്ക് ഞാൻ ഈ തിരക്കായതുകൊണ്ട് അതായത് എൻ്റെ ഗ്രൂപ്പ് എനിക്കൊരു അതിനൊരു അനുവാദം ബ്ലാങ്കറ്റ് ഇത് ഡിസൈഡ് ചെയ്യാനുള്ള ഇത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പതാ സമ്മതിച്ചേക്കുന്നു. പക്ഷെ ഒറ്റ കാര്യം, കണ്ടീഷൻ ഉണ്ട്. വഷളായി കഴിഞ്ഞാലുള്ള പ്രതികരണം സഹിക്കാനുള്ള നമ്മളിത് എത്ര കേട്ടിരിക്കുന്നു നമുക്ക് അതുപോലെ അല്ല. മറ്റേ ഞാൻ നിയമസഭയുടെ വീഡിയോ ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ജനറേഷന്റെ തമാശകളും ഞങ്ങളുടെ എക്സ്പെക്ടേഷനും വളരെ വ്യത്യസ്തമാണ്. നിങ്ങളെ കൊണ്ടത് ബ്രിഡ്ജ് ചെയ്യാനൊക്കെ നല്ല കാര്യം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം ഈ വർഷത്തെ നിങ്ങളുടെ ഗെറ്റ് ടുഗദർ. ഞങ്ങളുടെ ജനറേഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളെല്ലാം കമ്പ്യൂട്ടർ യുഗത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്. ഞങ്ങള് ഒരു ദിവസം പോലും കമ്പ്യൂട്ടർ കൈകൊണ്ട് തൊടാൻ അവസരം കിട്ടിയിട്ടുള്ളതല്ല. ഞങ്ങളുടെ ഒരു ഫൈനൽ ഇയറിന് തൊട്ട് മുമ്പ് അവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് സെറ്റപ്പ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ഇതാ കമ്പ്യൂട്ടർ കാണിച്ചത് അല്ല ഒരു. പക്ഷേ ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ചവര് മൈക്രോസോഫ്റ്റിന്റെ ഡയറക്ടർ സ്ഥാനം അല്ലെങ്കിൽ ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഓരോ ലെവലിലും
ടോപ്പ് ലെവലിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയവർ ആണ് ഈ ഒത്തുകൂടുന്നത്. അതോടെ ഞാൻ പറഞ്ഞത്. നമ്മൾ ചലഞ്ചായിട്ട് തന്നെ എടുക്കുക എന്തായാലും ഞാൻ സാർ. മാത്രമേ ഇങ്ങനെ ആയിക്കോളൂ. ബാക്കി എല്ലാവരും അവരവരുടെ എങ്ങനെ 2024 നിയുക്ത മിനിസ്റ്ററാ പറയുന്നത്, ഞാൻ മാത്രം ഇങ്ങനെ ആയിട്ടുള്ളൂ. അങ്ങനെ ഇങ്ങനെ തരം താഴ്ന്ന സർക്കിളിൽ പോകത്തുള്ളതാണ് സാർ ഉദ്ദേശിച്ചത്. ഞാൻ മാത്രം ഇങ്ങനെയൊക്കെ പോയി ഇരിക്കാറില്ല, അവരൊക്കെ വേറെ ലൈനാണെന്ന് ഉദ്ദേശിച്ചത്. അവരൊക്കെ ഈ വീഡിയോ കണ്ട എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നതിന്. രണ്ടാമത്തെ റിക്വസ്റ്റ്, സാറ് മിനിസ്റ്റർ ആയതിനു ശേഷം നമ്മളോട് ഇതുപോലെ വരണം. മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇല്ലേ നമ്മൾ പറഞ്ഞു വരുത്തും രാഷ്ട്രീയക്കാർ ഇങ്ങനെയാണ് ജയിച്ചു കഴിഞ്ഞാൽ വേണ്ടിയില്ല. വരുന്ന സമയത്ത് ഞാൻ അന്നും ഇന്നും അല്ലെങ്കിൽ അത് വരുന്നതുകൊണ്ട് എൻ്റെ ഒരു സ്വഭാവ മാറ്റമോ എൻ്റെ അപ്രോച്ചോ മാറ്റമോ ഉണ്ടാകത്തില്ല. അത് വന്നാൽ അന്നേരം നമുക്ക് അതിനെ കുറിച്ച് ഇപ്പോഴേ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അടിപൊളിയായ സെഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് പൊളിറ്റീഷ്യൻ. അതെ അതെ, ഇതിന് മുന്നേ ഇത്ര അടുത്തൊരു മന്ത്രിയെ ചെസ് ബോർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജോക്ക് വർക്കായി, ഒരു ജോക്ക് വർക്കായിട്ട് അഡ്വാൻസ് വാങ്ങിച്ച 1 മണിക്കൂർ ഇരുന്ന് ഒരു തമാശക്ക് ചിരിപ്പിച്ച്. എന്തോ അല്ലല്ലേ ഇവനോടൊക്കെ ഈ തമാശക്കാണ്. മറ്റേ ചെസ് ലേല സ്കൂളിൽ പഠിച്ചോണ്ട് അന്ന് ബിഷപ്പിന്റെ അല്ലേ മന്ത്രി ശരിക്കും മന്ത്രി പോലെ അല്ല, ചെസ്സിലത് മന്ത്രി പോലെ അല്ലെന്ന് സാറ് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് അല്ലല്ലോ, ബിഷപ്പാണ്. ഓക്കെ സാർ, ഹാപ്പി. ഞങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. റീജനറേഷൻ അല്ലേ, യങ്ങർ ജനറേഷൻ. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനുള്ള അസോസിയേഷനാണ്. അന്നേരം ആ നിലയിൽ എനിക്ക് ഭയങ്കര റീജനറേറ്റിംഗ് ഫീലിംഗ് തന്നെയാണ് കിട്ടിയത്. താങ്ക് യു സാർ. താങ്ക് യു. ബിഗ് ടോക്സിലേക്ക് വന്നതിന് നന്ദി, സന്തോഷം, സ്നേഹം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.